ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ മെന്റർ PSC ലേണിംഗ് ആപ്പ്. കൂട്ടുകാരെ, നിങ്ങളുടെ പഠനം ഏറ്റവും നന്നായി പോകുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. മൈ മെന്റർ PSC ലേണിംഗ് ആപ്പ് ഏറ്റവും നന്നായി നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്നുണ്ട്. നിങ്ങൾക്ക് നോട്ട്സ് ലഭ്യമാക്കി തരുന്നുണ്ട്. കൂട്ടുകാരെ, പരീക്ഷകൾ നിങ്ങളെ കൊണ്ട് പരിശീലിപ്പിക്കുന്നുണ്ട്. ഏറ്റവും നന്നായി ഈ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുക. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ദ മോസ്റ്റ് ഹോട്ടസ്റ്റ് ടോപ്പിക് ഇൻ എക്കണോമിക്സ്, ബാങ്ക് നാഷണലൈസേഷൻ. കൂട്ടുകാരെ, അതിന്റെ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ബാങ്ക് നാഷണലൈസേഷൻ. എന്താണ് ബാങ്ക് നാഷണലൈസേഷൻ? വളരെ സിമ്പിൾ ആണ് കൂട്ടുകാരെ. 51% ഓഹരി ഏറ്റെടുത്തുകൊണ്ട് 51% ഓഹരി ഏറ്റെടുത്തുകൊണ്ട് ബാങ്കുകളുടെ ഉടമസ്ഥാവകാശം സ്വന്തമാക്കുക. ബാങ്കുകളുടെ ഉടമസ്ഥാവകാശം സ്വന്തമാക്കുക. എന്തിനാണ് ബാങ്കുകളുടെ ഉടമസ്ഥാവകാശം 51% ഓഹരി ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാർ സ്വന്തമാക്കുന്നത്? വളരെ സിമ്പിൾ ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ കാനറ ബാങ്ക് എടുക്കുകയാണ്. ഇപ്പൊ കാനറ ബാങ്ക് ഇപ്പോൾ പൊതുമേഖലാ ബാങ്കാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു പൊതുമേഖലാ ബാങ്കാണ്. 69 ദേശസാൽക്കരിക്കപ്പെട്ടു. എന്റെ ചോദ്യം, കാനറ ബാങ്ക് ഇപ്പോൾ ഒരു സ്വകാര്യ ബാങ്കാണ് എന്ന് കരുതുക. സ്വകാര്യ ബാങ്കാണ്. കാനറ ബാങ്കിനോട് കേന്ദ്ര സർക്കാർ പറയുകയാണ്, വരാൻ പോകുന്ന സാമ്പത്തിക വർഷം നിങ്ങൾ 30 ബ്രാഞ്ചുകൾ ഗ്രാമീണ മേഖലയിൽ പോയി തുടങ്ങണം. കൂട്ടുകാരെ, ഒരു ബാങ്കിനെ സംബന്ധിച്ച് കൂടുതൽ ലാഭകരം ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്നതാണോ അതോ നഗരങ്ങളിൽ പ്രവർത്തിക്കുന്നതാണോ? ഒരു സംശയം വേണ്ട, നഗരങ്ങളിൽ പ്രവർത്തിക്കുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാനറ ബാങ്കിനോട് പറയുന്നത്, നിങ്ങൾ 30 ബ്രാഞ്ചുകൾ എവിടെ പോയി തുടങ്ങണം? ഗ്രാമങ്ങളിൽ പോയി തുടങ്ങണം. കൂട്ടുകാരെ, ഞാനാണ് കാനറ ബാങ്കിന്റെ ഉടമ എന്ന് നിങ്ങൾ വിചാരിക്കുക. എന്നെ സംബന്ധിച്ച് ഈ നിർദ്ദേശം സ്വീകാര്യമാണോ? എനിക്ക് കൂടുതൽ പ്രധാനം ലാഭമല്ലേ? എൻ്റെ ബാങ്കിന്റെ നിലനിൽപ്പല്ലേ? ഞാൻ എന്ത് ചെയ്യും? ഈ നിർദ്ദേശം തള്ളിക്കളയും. അപ്പോൾ ഗ്രാമീണ മേഖലയിൽ ബാങ്കിങ് സേവനങ്ങൾ ലഭ്യമാക്കണ്ടേ? അവിടെയുള്ള ജനങ്ങൾക്ക് ബാങ്കിങ് സേവനങ്ങൾ എത്തിക്കണ്ടേ? ശരിയാണ്, എത്തിക്കണം. പക്ഷെ എനിക്ക് നഷ്ടം സഹിച്ചുകൊണ്ട് എൻ്റെ ബാങ്ക് അവിടെ കൊണ്ടുപോയി ബ്രാഞ്ച് തുടങ്ങാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല? താല്പര്യപ്പെടുന്നില്ല. കൂട്ടുകാരെ, ഇനി നമ്മുടെ കാനറ ബാങ്ക് കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ബാങ്കാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ശരിയാണ്, ഇതൊരു പൊതുമേഖലാ ബാങ്കാണ്. സർക്കാർ പറയുകയാണ്, വരാൻ പോകുന്ന സാമ്പത്തിക വർഷം 30 ബ്രാഞ്ചുകൾ നിങ്ങൾ ഗ്രാമീണ മേഖലയിൽ പോയി തുടങ്ങണം. കൂട്ടുകാരെ, ഈ നിർദ്ദേശം ഉടമ പറയുന്നതാണ്. തീർച്ചയായിട്ടും കാനറ ബാങ്കിന് ഈ നിർദ്ദേശം അനുസരിച്ചേ മതിയാവൂ. അപ്പോൾ ഗ്രാമീണ മേഖലകളിൽ ബാങ്കിങ് സേവനങ്ങൾ എത്തിക്കുക എന്നത് സാമൂഹിക പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഒരു നിർദ്ദേശം. ഇനി കേന്ദ്ര സർക്കാരാണ് ഈ ബാങ്കിന്റെ ഉടമ എങ്കിൽ തീർച്ചയായിട്ടും ഈ നിർദ്ദേശം ഈ ബാങ്ക് പാലിച്ചേ മതിയാവൂ. അപ്പോൾ ബാങ്കുകളുടെ പ്രവർത്തനത്തെ ക്രമീകരിച്ചുകൊണ്ട് സാമൂഹിക പുരോഗതി സാധ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ബാങ്കുകളെ എന്ത് ചെയ്യുന്നത്? ദേശസാൽക്കരിക്കുന്നത്. വളരെ വ്യക്തമാണ്. നേരത്തെ പറഞ്ഞ ഉദാഹരണം നമുക്ക് ഒന്നും കൂടെ എടുക്കാം. കാനറ ബാങ്ക് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കാനറ ബാങ്ക്, ഞാനാണ് അതിന്റെ ഉടമ. എന്നോട് കേന്ദ്ര സർക്കാർ പറയുകയാണ്, വരാൻ പോകുന്ന സാമ്പത്തിക വർഷം നിങ്ങളുടെ ആകെ കൊടുക്കുന്ന ലോണിന്റെ 30% 30% കാർഷിക മേഖലയ്ക്ക് കൊടുക്കണം. 10% സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി കൊടുക്കണം. കൂട്ടുകാരെ, താരതമ്യേന നിങ്ങൾക്കറിയാം, കാർഷിക മേഖലയ്ക്കും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും ലോൺ കൊടുക്കുന്നത് റിസ്ക് ഉള്ള കാര്യമാണ്. ഞാൻ ഈ നിർദ്ദേശം വാഹിക്കെടുക്കില്ല, മുഖവിലക്കെടുക്കില്ല. കാരണം എന്നെ സംബന്ധിച്ച് റിസ്ക് ഉള്ളതാകുന്ന കാര്യമാണ്. എനിക്ക് വേറെ ലോൺ കൊടുക്കുന്നതാണ് ലാഭകരം. കൂട്ടുകാരെ, അപ്പം സ്വയം തൊഴിൽ കണ്ടെത്തുന്നവർക്ക് വേണ്ടി സഹായം എത്തിക്കണ്ടേ? കാർഷിക മേഖലയ്ക്ക് സഹായം എത്തിക്കണ്ടേ? കേന്ദ്ര സർക്കാരിന് അതിനുള്ള ഉത്തരവാദിത്തമില്ലേ? ഇനി ഇതേ കേന്ദ്ര സർക്കാരാണ്, ഞാനല്ല കാനറ ബാങ്കിന്റെ ഉടമ, കേന്ദ്ര സർക്കാരാണ് കാനറ ബാങ്കിന്റെ ഉടമ എങ്കിൽ പറയുകയാണ്, കേന്ദ്ര സർക്കാർ കാനറ ബാങ്കിനോട് പറയുകയാണ്, വരാൻ പോകുന്ന സാമ്പത്തിക വർഷം 30% ലോണുകൾ നിങ്ങൾ കാർഷിക മേഖലയ്ക്ക് കൊടുക്കണം, 10% നിങ്ങൾ സ്വയം തൊഴിൽ കണ്ടെത്തുന്നവർക്ക് വേണ്ടി കൊടുക്കണം. ഈ നിർദ്ദേശം ഉടമ എന്ന നിലയിൽ സർക്കാർ പറയുകയാണെങ്കിൽ, ഉടമയാണ് പറഞ്ഞത് എന്നതുകൊണ്ട് തന്നെ കാനറ ബാങ്കിന്റെ നിർദ്ദേശം സ്വീകരിച്ചേ മതിയാവൂ. അപ്പോൾ എന്തിനാണ് ബാങ്ക് നാഷണലൈസേഷൻ? ബാങ്കുകളുടെ പ്രവർത്തനത്തെ ക്രമീകരിച്ചുകൊണ്ട് സാമൂഹിക പുരോഗതി സാധ്യമാക്കുക. സെറ്റാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗൈസ്, അടുത്ത ഇന്ത്യയിൽ ആദ്യമായി ദേശസാൽക്കരിക്കപ്പെട്ട ബാങ്ക് ഏതാണ് എന്ന് ചോദിച്ചാൽ, ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് എന്ന നിലയിൽ പ്രവർത്തനം ആരംഭിച്ച RBI. ഐ റിപ്പീറ്റ്, RBI കുറിച്ച് വിശദമായിട്ട് നമ്മൾ മറ്റ് ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് RBI ഇന്ത്യയിൽ ആദ്യമായി ദേശസാൽക്കരിക്കപ്പെട്ട ബാങ്ക് 1949 ജനുവരി 1-നാണ് RBI എന്ത് ചെയ്യുന്നത്? ദേശസാൽക്കരിക്കപ്പെടുന്നത്. RBI എന്നടെ ദേശസാൽക്കരിക്കപ്പെട്ടത് 1949 ജനുവരി മാസം 1.
1949 RBI ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി എന്ത് ചെയ്യപ്പെടുന്നു? അവരോധിക്കപ്പെടുന്നു. കൂട്ടുകാരെ ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ ഈ കാലയളവിൽ, അതായത് RBI ദേശസാൽക്കരിക്കപ്പെടുമ്പോഴും RBI ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി അവരോധിക്കപ്പെടുമ്പോഴും ആരാണ് RBIയുടെ ഗവർണർ? കൂട്ടുകാരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. 1943 മുതൽ 1949 ജൂലൈ വരെ RBI ഗവർണർ ആയിരുന്ന വ്യക്തി CD ദേശ്മുഖ് ആണ്. ആരാണ്? CD ദേശ്മുഖ് ആണ്. അപ്പോൾ RBI ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി അവരോധിക്കപ്പെടുമ്പോഴും RBI ദേശസാൽക്കരിക്കപ്പെടുമ്പോഴും ആരാണ് RBIയുടെ ഗവർണർ? CD ദേശ്മുഖ്. CD ദേശ്മുഖ് RBIയുടെ ഗവർണർ ആയിരുന്ന കാലയളവ് 1943 മുതൽ 49 ജൂലൈ വരെ. ഇദ്ദേഹം RBIയുടെ എത്രാമത്തെ ഗവർണറാണ്? 3ാമത്തെ ഗവർണറാണ്. എത്രാമത്തെ ഇന്ത്യക്കാരനാണ്? ഇന്ത്യക്കാരനായ ആദ്യത്തെ RBI ഗവർണറാണ്. കൂട്ടുകാരെ, കറൻസി നോട്ടുകളിൽ ഒപ്പുവെക്കുന്ന ആദ്യത്തെ RBI ഗവർണർ നിങ്ങൾക്കറിയാം, ജെയിംസ് ടെയ്ലർ. എന്നാൽ കറൻസി നോട്ടുകളിൽ ഒപ്പുവെക്കുന്ന ഇന്ത്യക്കാരനായ ആദ്യത്തെ RBI ഗവർണർ ചോദിച്ചാൽ ഉത്തരം CD ദേശ്മുഖ്. CD ദേശ്മുഖ്. കൂട്ടുകാരെ, അടുത്ത പോയിന്റ് വളരെ വ്യക്തമാണ്. 1944 ബ്രട്ടൺ വുഡ് സമ്മേളനം. നിങ്ങൾക്കറിയാം, ബ്രട്ടൺ വുഡ് സമ്മേളനത്തിൽ നിന്നും പിറവിയെടുക്കുന്ന രണ്ട് സ്ഥാപനങ്ങളാണ് IMF-ഉം വേൾഡ് ബാങ്കും, അഥവാ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും വേൾഡ് ബാങ്കും. ഈ രണ്ട് സ്ഥാപനങ്ങളുടെ പിറവിക്ക് വഴിതെളിച്ച സമ്മേളനമാണ് ബ്രട്ടൺ വുഡ് സമ്മേളനം. ഈ സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത രണ്ട് വ്യക്തികൾ, രണ്ടല്ല 7 വ്യക്തികൾ. അതിൽ 2 പേരെ നിങ്ങൾ അറിഞ്ഞേ മതിയാകൂ. അതിൽ ഒരാൾ CD ദേശ്മുഖ് ആണ്, മറ്റേയാൾ RK ഷൺമുഖം ചെട്ടിയാണ്. കൂട്ടുകാരെ, നെഹ്റു മന്ത്രിസഭയിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ച ഇന്ത്യയുടെ ആദ്യത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായ RK ഷൺമുഖം ചെട്ടിയാണ് CD ദേശ്മുഖിനോടൊപ്പം CD ദേശ്മുഖിനോടൊപ്പം ബ്രട്ടൺ വുഡ് സമ്മേളനത്തിൽ എന്ത് ചെയ്തത്? പങ്കെടുത്തത്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇന്ത്യ സ്വതന്ത്രയാകുമ്പോൾ 1947 ഇന്ത്യ സ്വതന്ത്രയാകുമ്പോൾ ആരാണ് RBI ഗവർണർ? CD ദേശ്മുഖ്. ഐ റിപ്പീറ്റ്, CD ദേശ്മുഖ്. അടുത്തത്, RBI ഗവർണർ ആയതിനു ശേഷം കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയാകുന്ന ആദ്യത്തെ വ്യക്തി. കൂട്ടുകാരെ, നല്ലൊരു പോയിന്റ് ആണ്. RBI ഗവർണർ ആയതിനു ശേഷം കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയാകുന്ന ആദ്യത്തെ വ്യക്തി. ഓപ്ഷൻ A R വെങ്കട്ടരാമൻ, ഓപ്ഷൻ B ഡോക്ടർ മൻമോഹൻ സിംഗ്, ഓപ്ഷൻ C HC മുഖർജി, ഓപ്ഷൻ D CD ദേശ്മുഖ്. നല്ലൊരു ശതമാനം ഉദ്യോഗാർത്ഥികളും എഴുതാൻ പോകുന്ന ഉത്തരം ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നാണ്. ശരിയാണ്. മൻമോഹൻ സിംഗ് 82 മുതൽ 85 വരെ RBI ഗവർണർ ആയിരുന്ന വ്യക്തിയാണ്. തുടർന്ന് 92 മുതൽ 97 വരെ, എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 91 മുതൽ 96 ജൂൺ മാസം വരെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന വ്യക്തിയാണ്. ശരിയാണ്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ RBI ഗവർണർ ആയതിനു ശേഷം കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയായ വ്യക്തി തന്നെയാണ് ആര്? ഈ പറയുന്ന നമ്മുടെ മൻമോഹൻ സിംഗ്. എന്നാൽ CD ദേശ്മുഖ് 43 മുതൽ 49 ജൂലൈ വരെ RBI ഗവർണർ ആയിരുന്നു. തുടർന്ന് 50 മുതൽ 56 വരെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. അപ്പോ PSC നിങ്ങളോട് ചോദിക്കുകയാണ്, RBI ഗവർണർ ആയതിനു ശേഷം കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയാകുന്ന ആദ്യത്തെ വ്യക്തി ആരാണ്? ഉത്തരം CD ദേശ്മുഖ്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി കണ്ടുവരാം. ഇന്ത്യയിൽ ആദ്യമായി ദേശസാൽക്കരിക്കപ്പെട്ട ബാങ്ക് RBI. RBI എന്നാണ് ദേശസാൽക്കരിക്കപ്പെട്ടത്? 1949 ജനുവരി 1. RBI ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി അവരോധിക്കപ്പെട്ടു. സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. ഈ കാലയളവിൽ RBI ഗവർണറായ വ്യക്തി CD ദേശ്മുഖ്. CD ദേശ്മുഖ് RBI ഗവർണറായിരുന്ന കാലയളവ് 1943 മുതൽ 49 ജൂലൈ വരെ. അദ്ദേഹം RBIയുടെ 3ാമത്തെ ഗവർണറാണ്. ഇന്ത്യക്കാരനായ ആദ്യത്തെ RBI ഗവർണറാണ്. ഇന്ത്യ സ്വതന്ത്രയാകുമ്പോൾ RBI ഗവർണർ ആയിരുന്ന വ്യക്തിയാണ്. എന്തിനേറെ പറയുന്നു, കറൻസി നോട്ടുകളിൽ ഒപ്പുവെക്കുന്ന ഇന്ത്യക്കാരനായ ആദ്യത്തെ RBI ഗവർണർ. ആദ്യത്തെ RBI ഗവർണർ കറൻസി നോട്ടുകളിൽ ഒപ്പുവെച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജെയിംസ് ടെയ്ലർ ആണ്. എന്നാൽ ഇന്ത്യക്കാരനായ ആദ്യത്തെ RBI ഗവർണർ ചോദിച്ചാൽ CD ദേശ്മുഖ് ആണ്. 44 ബ്രട്ടൺ വുഡ് സമ്മേളനം, IMF-ന്റെയും വേൾഡ് ബാങ്കിന്റെയും പിറവിക്ക് വഴിതെളിച്ച ബ്രട്ടൺ വുഡ് സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 7 പേർ പങ്കെടുത്തു. അതിൽ 2 പേരെ നിങ്ങൾ പഠിച്ചേ മതിയാവൂ. ആ 2 പേരുടെ പേരുകൾ നിങ്ങൾ പഠിച്ചേ മതിയാവൂ. ആ 2 പേരിൽ ഒരാൾ CD ദേശ്മുഖ് ആണ്, മറ്റേയാൾ RK ഷൺമുഖം ചെട്ടിയാണ്. കൂട്ടുകാരെ, ഇന്ത്യ സ്വതന്ത്രയാകുമ്പോൾ RBI ഗവർണർ ആയതിനു ശേഷം കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയാകുന്ന ആദ്യത്തെ വ്യക്തി. ഇത്തരം കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായി ദേശസാൽക്കരിക്കപ്പെട്ട ബാങ്ക് ഏതാണ്? RBI. അങ്ങനെയാണെങ്കിൽ നിലവിൽ എത്ര പൊതുമേഖലാ ബാങ്കുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നിലവിൽ എത്ര പൊതുമേഖലാ ബാങ്കുകൾ ഉണ്ട്? 12 പൊതുമേഖലാ ബാങ്കുകളുണ്ട്. എത്ര പൊതുമേഖലാ ബാങ്കുകളുണ്ട്? 12 പൊതുമേഖലാ ബാങ്കുകളുണ്ട് കൂട്ടുകാരെ. ഈ 12 പൊതുമേഖലാ ബാങ്കുകളിൽ ആദ്യമായി ദേശസാൽക്കരിക്കപ്പെട്ട ബാങ്കാണ് SBI. ഐ റിപ്പീറ്റ്, നിലവിൽ അറ്റ് പ്രസന്റ് 12 പൊതുമേഖലാ ബാങ്കുകളുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിൽ 12 ബാങ്കുകളുണ്ട്.
ഇതിൽ ആദ്യമായി ഉടമസ്ഥാവകാശം കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തത് ഏത് ബാങ്കിന്റെ ആയിരുന്നു? SBI. SBI എന്നാണ് ദേശസാൽക്കരിക്കപ്പെട്ടത്? 1955 ജൂലൈ 1. അതിനു മുമ്പ് തൊട്ടു മുൻപ് അത് അറിയപ്പെട്ടിരുന്ന പേര് ഇംപീരിയൽ ബാങ്ക് എന്നായിരുന്നു. എന്ന് വെച്ചാൽ 55 ജൂലൈ മാസം 1-ാം തീയതി ഇംപീരിയൽ ബാങ്ക് SBI എന്ന പേര് സ്വീകരിക്കുന്നു. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, ഈ അവസരത്തിൽ നിങ്ങൾ ഓർക്കുന്ന മറ്റൊരു നല്ലൊരു ചോദ്യമാണ് SBIയുടെ ആദ്യകാല പേര്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, SBIയുടെ ആദ്യകാല പേര് ഇംപീരിയൽ ബാങ്ക് എന്ന് പറഞ്ഞു കളയരുത്. SBI തൊട്ടു മുമ്പ് അറിയപ്പെട്ടിരുന്ന പേര് ഇംപീരിയൽ ബാങ്ക് എന്ന് തന്നെയാണ്. എന്നാൽ SBIയുടെ ആദ്യകാല പേര് ബാങ്ക് ഓഫ് കൊൽക്കത്ത 1806 സ്ഥാപിതമായി. ഞാൻ ഈ സ്ലൈഡിൽ നിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ 12 പൊതുമേഖലാ ബാങ്കുകളിൽ ആദ്യമായി ദേശസാൽക്കരിക്കപ്പെട്ട ബാങ്ക് SBI. SBI ദേശസാൽക്കരിക്കപ്പെട്ടത് 55 ജൂലൈ മാസം 1-ാം തീയതി. കൂട്ടുകാരെ, അതിനു മുമ്പ് അത് അറിയപ്പെട്ടിരുന്നത് ഇംപീരിയൽ ബാങ്ക് എന്നായിരുന്നു. എന്ന് വെച്ചാൽ SBIയുടെ ആദ്യകാല പേര് ഏത് എന്ന് ചോദിച്ചാൽ ബാങ്ക് ഓഫ് കൊൽക്കത്തയാണ്. 1806 സ്ഥാപനമായി. കൂട്ടുകാരെ ശ്രദ്ധിക്കാമോ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ബാങ്ക് ഓഫ് കൊൽക്കത്ത എന്ന് നിലവിൽ വന്നു. ബാങ്ക് ഓഫ് കൊൽക്കത്ത എന്ന് നിലവിൽ വന്നു. ബാങ്ക് ഓഫ് കൊൽക്കത്ത 1806 ജൂൺ മാസം 2-ന് വന്നു. 1806 ജൂൺ 2-ന് നിലവിൽ വന്നു. ഇതെന്ത് ബാങ്ക് ഓഫ് ബംഗാളായി മാറുന്നു? 1809 ജനുവരി 2-ൽ ബാങ്ക് ഓഫ് ബംഗാളായി മാറുന്നു. കൂട്ടുകാരെ, SBIയുടെ ആദ്യകാല പേര് ബാങ്ക് ഓഫ് കൊൽക്കത്ത എന്ന് വരുന്നു. 1806 ജൂൺ 2-ന് വരുന്നു. ഇത് പിന്നീട് എന്തായി മാറുന്നു? ബാങ്ക് ഓഫ് ബംഗാളായി മാറുന്നു. എന്നാണ് ബാങ്ക് ഓഫ് ബംഗാളായി മാറുന്നത്? 1809 ജനുവരി മാസം 2-ാം തീയതി. കൂട്ടുകാരെ, ഇങ്ങനൊരു സെന്റൻസ് പറയുക. 1809 ജനുവരി 2-ന് നിലവിൽ വന്ന ബാങ്ക് ഓഫ് ബംഗാളും 1840 ഏപ്രിൽ 15-ന് നിലവിൽ വന്ന ബാങ്ക് ഓഫ് ബോംബെയും 1843 ജൂലൈ 1-ന് നിലവിൽ വന്ന ബാങ്ക് ഓഫ് മദ്രാസും ചേർന്ന്, ഐ റിപ്പീറ്റ്, 1809 ജനുവരി 2-ന് നിലവിൽ വന്ന ബാങ്ക് ഓഫ് ബംഗാളും 1840 ഏപ്രിൽ 15-ന് നിലവിൽ വന്ന ബാങ്ക് ഓഫ് ബോംബെയും 1843 ജൂലൈ 1-ന് നിലവിൽ വന്ന ബാങ്ക് ഓഫ് മദ്രാസും ചേർന്ന് 1921 ജനുവരി മാസം 27-ാം തീയതി ഇംപീരിയൽ ബാങ്ക് നിലവിൽ വന്നു. എങ്ങനെ 1921 ജനുവരി 27-ന് ഇംപീരിയൽ ബാങ്ക് നിലവിൽ വന്നു. ഇതാണ് പിന്നീട് എന്തായി മാറുന്നത്? 55 ജൂലൈ മാസം SBI ആയി മാറുന്നത്. ഐ റിപ്പീറ്റ്, SBIയുടെ ആദ്യകാല പേര് ബാങ്ക് ഓഫ് കൊൽക്കത്ത. ബാങ്ക് ഓഫ് കൊൽക്കത്ത എന്ന് സ്ഥാപനമായി. 1806 ജൂൺ 2-ന് സ്ഥാപനമായി. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, ഇത് ബാങ്ക് ഓഫ് ബംഗാളായി മാറുന്നു എന്ന് മാറി. 1809 ജനുവരി 2-ന് മാറി. അടുത്ത സെന്റൻസ് എങ്ങനെയാണ്? 1809 ജനുവരി 2-ന് സ്ഥാപനമായ ബാങ്ക് ഓഫ് ബംഗാളും 1840 ഏപ്രിൽ 15-ന് സ്ഥാപനമായ ബാങ്ക് ഓഫ് ബോംബെയും 1843 ജൂലൈ 1-ന് സ്ഥാപനമായ ബാങ്ക് ഓഫ് മദ്രാസും ചേർന്ന് 1921 ജനുവരി മാസം 27-ന് ഇംപീരിയൽ ബാങ്ക് സ്ഥാപിതമാകുന്നു. ഇതാണ് 55 ജൂലൈ മാസം 1-ാം തീയതി SBI ആയിട്ട് മാറുന്നത്. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സെറ്റ്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇംപീരിയൽ ബാങ്ക് സ്ഥാപിതമായത് ഏത് നിയമപ്രകാരമാണ്? ഇംപീരിയൽ ബാങ്ക് സ്ഥാപിതമായത് 1920-ലെ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. ഇംപീരിയൽ ബാങ്ക് സ്ഥാപിതമായത് 1920-ലെ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. ഇംപീരിയൽ ബാങ്ക് എന്ന് ആ സ്ഥാപനത്തിന് പേര് നൽകിയത് വളരെ പ്രമുഖനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ജോൺ മെയ്നാർഡ് കീൻസ് അഥവാ JM കീൻസ് ആണ് ഇംപീരിയൽ ബാങ്ക് എന്ന് ഈ സ്ഥാപനത്തിന് പേര് നൽകിയത്. കൂട്ടുകാരെ, RBI ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി അവരോധിക്കപ്പെടുന്നത് വരെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി അവരോധിക്കപ്പെടുന്നത് വരെ കേന്ദ്ര ബാങ്കിന്റെ ചുമതല വഹിച്ചിരുന്ന ഇന്ത്യയിലെ ബാങ്കാണ് ഏത്? നമ്മുടെ ഇംപീരിയൽ ബാങ്ക്. നമ്മൾ ഇന്ന് കാണുന്ന കേന്ദ്ര ബാങ്കിന്റെ ചുമതലകൾ എന്ന് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം ബാങ്കിങ് എന്ന് പറയുന്നത് ഓരോ കാലഘട്ടം കഴിയുന്തോറും ഇവോൾവ് ചെയ്ത് വരുന്ന ഒന്നാണ്. അപ്പോൾ ഇന്ന് കാണുന്ന സെൻട്രൽ ബാങ്കിന്റെ ഫങ്ഷൻസ് അത്രയും ഒന്നും ഇല്ലായിരുന്നു 50-കളിലും 40-കളിലും 30-കളിലും. അപ്പോൾ സെൻട്രൽ ബാങ്കിന്റെ പരിമിതമായ ഫങ്ഷൻസ് RBI ഏറ്റെടുക്കുന്നത് വരെ നിർവഹിച്ചിരുന്നത് ഇന്ത്യയിൽ ഇംപീരിയൽ ബാങ്ക് ആയിരുന്നു. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഥവാ RBI കേന്ദ്ര ബാങ്കായി അവരോധിക്കപ്പെടുന്നത് വരെ പരിമിതമായ കേന്ദ്ര ബാങ്കിന്റെ ചില ചുമതലകൾ വഹിച്ചിരുന്നത് ഇന്ത്യയിൽ ഇംപീരിയൽ ബാങ്ക് ആയിരുന്നു. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. കൂട്ടുകാരെ, SBI നിലവിൽ വന്നത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? കൂട്ടുകാരെ, കേന്ദ്ര സർക്കാർ
1951 ഗ്രാമീണ മേഖലകളിൽ വായ്പാ സൗകര്യം എത്തുന്നില്ല. അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നുണ്ട്. AD ഗോർവാള അധ്യക്ഷനായ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ഈ കമ്മിറ്റി കൊടുക്കുന്ന നിർദ്ദേശമാണ് ഗ്രാമീണ മേഖലകളിൽ എന്താണ് വായ്പാ സൗകര്യം എത്തുന്നതിന് വേണ്ടിയിട്ട് കൊള്ളാവുന്ന ബ്രാഞ്ചുകളുള്ള ഏതെങ്കിലും കുറച്ച് ബാങ്കുകളെ സർക്കാർ എന്ത് ചെയ്യണം, ദേശസാൽക്കരിക്കണം. ദേശീയ തലത്തിൽ ഒരു പൊതുമേഖലാ ബാങ്കിന്റെ ആവശ്യകത ആദ്യമായി ചൂണ്ടിക്കാണിച്ച ഒരു കമ്മിറ്റിയാണ് ഇത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ഇപ്പൊ ദേശീയ തലത്തിൽ ഒരു പൊതുമേഖലാ ബാങ്കിന്റെ ആവശ്യകത ആദ്യമായി ചൂണ്ടിക്കാണിച്ച കമ്മിറ്റിയാണ് ഇത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. അപ്പോൾ ഈ കമ്മിറ്റിയെ കേന്ദ്ര സർക്കാർ നിയമിക്കുന്നത് 51-ലാണ്. ഇവർ 54-ൽ ഒരു ശുപാർശ കൊടുക്കുന്നു. എന്താണ്? ഈ ഗ്രാമീണ മേഖലകളിൽ വായ്പാ സൗകര്യം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ കൊള്ളാവുന്ന ഏതെങ്കിലും ബാങ്കുകൾ എന്ത് ചെയ്യണം, ദേശസാൽക്കരിക്കണം. ദേശീയ തലത്തിൽ ഒരു പൊതുമേഖലാ ബാങ്ക് ആവശ്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ഇമ്പീരിയൽ ബാങ്കിനെ ദേശസാൽക്കരിക്കുന്നതും അത് ഈ SBI ആയി മാറുന്നതും. സെറ്റാണല്ലോ കൂട്ടുകാരെ. ഇത്തരം കാര്യങ്ങൾ ഒന്നും കൂടി കാണാമോ? എന്താണ് നമ്മൾ കണ്ടത്? 12 പൊതുമേഖലാ ബാങ്കുകളിൽ ആദ്യമായി ദേശസാൽക്കരിക്കപ്പെട്ടത് SBI. കൂട്ടുകാരെ, SBI തൊട്ടു മുമ്പ് അറിയപ്പെട്ടിരുന്നത് ഇമ്പീരിയൽ ബാങ്ക്. കൂട്ടുകാരെ, എന്നാൽ SBIയുടെ ആദ്യകാല പേര് ബാങ്ക് ഓഫ് കൊൽക്കത്ത. എന്നാണ് ബാങ്ക് ഓഫ് കൊൽക്കത്ത നിലവിൽ വന്നത്? 1806 ജൂൺ 2-ന്. ഇത് പിന്നീട് എന്തായി മാറുന്നു? ബാങ്ക് ഓഫ് ബംഗാളായി മാറുന്നു. ബാങ്ക് ഓഫ് ബംഗാൾ എന്നാണ് വരുന്നത്? 1809 ജനുവരി 2. അപ്പോൾ 1809 ജനുവരി 2-ലെ ബാങ്ക് ഓഫ് ബംഗാളും 1840 ഏപ്രിൽ 15-ലെ ബാങ്ക് ഓഫ് ബോംബെയും 1843 ജൂലൈ 1-ലെ ബാങ്ക് ഓഫ് മദ്രാസും ചേർന്ന് ഇമ്പീരിയൽ ബാങ്ക് എന്ന് വരുന്നു. 1921 ജനുവരി മാസം 27-ന് വരുന്നു. ഇത് പിന്നീട് എന്തായി മാറുന്നു? SBI ആയി മാറുന്നു. എന്നാണ് SBI നിലവിൽ വരുന്നത്? 1955 ജൂലൈ മാസം 1-ാം തീയതി. കൂട്ടുകാരെ, അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇമ്പീരിയൽ ബാങ്ക് സ്ഥാപനമായത് ഏത് നിയമപ്രകാരമാണ്? 1920-ലെ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. ഇതിന് പേര് കൊടുത്ത വളരെ വളരെ വിഖ്യാതനായ ആ സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ പേര് ജോൺ മെയ്നാർഡ് കീൻസ് അഥവാ JM കീൻസ്. കേന്ദ്ര ബാങ്കായി RBI വരുന്നത് വരെ കേന്ദ്ര ബാങ്കിന്റെ സ്വല്പം ചുമതലകൾ നിർവഹിച്ചിരുന്ന ഇന്ത്യയിലെ ബാങ്കായിരുന്നു ഇമ്പീരിയൽ ബാങ്ക്. കൂട്ടുകാരെ, SBI നിലവിൽ വന്നത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? 1954-ലെ AD ഗോർവാള അധ്യക്ഷനായ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ദേശീയതലത്തിൽ ഒരു പൊതുമേഖലാ ബാങ്കിന്റെ ആവശ്യകത ഈ കമ്മിറ്റി ചൂണ്ടിക്കാണിക്കുകയും കേന്ദ്ര സർക്കാരിനോട് കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു ബാങ്കിനെ ദേശസാൽക്കരിക്കുന്നതിന് ശുപാർശ ചെയ്യുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് 172-ൽ പരം ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്ന ഇമ്പീരിയൽ ബാങ്കിനെ കേന്ദ്ര സർക്കാർ ദേശസാൽക്കരിക്കുന്നത്. കൂട്ടുകാരെ, SBIയുടെ സ്ഥാപക ചെയർമാന്റെ പേര് പറയാമോ? ജോൺ മത്തായി. SBIയുടെ സ്ഥാപക ചെയർമാന്റെ പേര് പറയാമോ? ജോൺ മത്തായി. എന്നാൽ SBIയുടെ പ്രഥമ വനിതാ ചെയർപേഴ്സന്റെ പേര് പറയാമോ? അരുന്ധതി ഭട്ടാചാര്യ. എന്നാൽ SBIയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ദിനേശ് കുമാർ ഖാര. SBIയുടെ സ്ഥാപക ചെയർമാൻ ജോൺ മത്തായി, പ്രഥമ വനിതാ ചെയർപേഴ്സൺ അരുന്ധതി ഭട്ടാചാര്യ, നിലവിലെ ചെയർമാൻ ആര്? ദിനേശ് കുമാർ ഖാര. സെറ്റാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂട്ടുകാരെ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയാനുണ്ടല്ലോ. ഏതാണ് ആ കാര്യം? ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട്. ഇന്ത്യയിൽ ബാങ്കുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന നിയമമാണ് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട്. ഇത് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് ബാങ്കിംഗ് കമ്പനീസ് ആക്ട് എന്നാണ് പാസ്സാവുന്നത്. 1949 മാർച്ച് മാസം 10-ാം തീയതി പാസ്സായി. ബാങ്കിംഗ് കമ്പനീസ് ആക്ട് എന്നാണ് രാജ്യത്ത് നിലവിൽ വരുന്നത്. 1949 മാർച്ച് മാസം 16-ാം തീയതി നിലവിൽ വന്നു. സാറേ, ഈ അവസരത്തിൽ RBI ഗവർണർ ആയിരുന്നതും അത് നമ്മുടെ CD ദേശ്മുഖ് തന്നെയാണ്. സാറേ, അങ്ങനെയാണെങ്കിൽ ഈ ബാങ്കിംഗ് കമ്പനീസ് ആക്ട് എന്ന് മുതലാണ് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്? സാറേ, അത് 1966 മുതലാണ്. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ബാങ്കുകളും ഈ നിയമത്തിന്റെ പരിധിക്കുള്ളിൽ വരുമോ? വരുമല്ലോ.
പക്ഷേ എല്ലാ ബാങ്കുകൾക്കും ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വകുപ്പുകളും ഒരുപോലെ എന്തല്ല, ബാധകമല്ല. അങ്ങനെയാണെങ്കിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അതിലെ സെക്ഷൻ 5B, ഉറക്കെ പറയണേ, സെക്ഷൻ 5B ഒരു ബാങ്ക് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് വ്യക്തമായി നിർവചിക്കുന്നു. എങ്ങനെ പ്രവർത്തിക്കണം, ഒരു ബാങ്ക് എങ്ങനെയാണ് ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത്? കൂട്ടുകാരെ, ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്ന ഈ സ്ഥാപനം മൈമൻഡ് PSC ലേണിംഗ് ആപ്പിന്റെ തൊട്ട് താഴത്തെ ഫ്ലോർ KSFEയും അതിന്റെ താഴത്തെ ഫ്ലോറിൽ SBIയുമാണ് സ്ഥിതി ചെയ്യുന്നത്. കൂട്ടുകാരെ, ഇത് രണ്ട് ധനകാര്യ സ്ഥാപനങ്ങളാണ്, പക്ഷെ നമ്മൾ ഒന്നിനെ ബാങ്ക് എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ് SBI ബാങ്ക് എന്ന് വിളിക്കുന്നത്, മറ്റതിനെ ഒരു ധനകാര്യ സ്ഥാപനം എന്ന് മാത്രം വിളിക്കുന്നത്? ഓഫ് കോഴ്സ് രണ്ടും ധനകാര്യ സ്ഥാപനങ്ങളാണ്, പക്ഷെ ബാങ്കിന് നമ്മൾ SBIനെ മാത്രമേ വിളിക്കുള്ളൂ. എന്തുകൊണ്ട്? കാരണം സെക്ഷൻ 5B ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പറയുന്നത് ഇപ്രകാരമാണ്: ഒരു ബാങ്ക് ആയിരിക്കണമെങ്കിൽ ജസ്റ്റ് 2 things, അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി. നിക്ഷേപകരിൽ നിന്ന് പണം സ്വീകരിക്കുക, ആവശ്യക്കാർക്ക് എന്തായി കൊടുക്കുക, ലോണായി കൊടുക്കുക. ഇത് രണ്ട് ധർമ്മങ്ങൾ മാത്രമേ പ്രവർത്തിക്കാവൂ. നിക്ഷേപകരിൽ നിന്ന് പണം സ്വീകരിച്ച് ഈ പണം ഡൈവേർട്ട് ചെയ്യാൻ പാടില്ല. ഇത് ആവശ്യക്കാർക്ക് ലോൺ കൊടുക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ധനകാര്യ സ്ഥാപനത്തെ മാത്രമേ ബാങ്ക് എന്ന് വിളിക്കാൻ സാധിക്കുകയുള്ളൂ. ആരുടെ ഇങ്ങനെ ഒരു ബാങ്കിന്റെ ധർമ്മം ഇങ്ങനെയാണ് എന്ന് വ്യക്തമായി നിർവചിച്ചിരിക്കുന്നത് ആര്? ഏത്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. ഇപ്പൊ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നിലവിൽ വരുന്നത് 49ലാണ്. പക്ഷെ നിലവിൽ വരുന്ന സമയത്ത് അന്ന് അതിന്റെ പേര് ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നായിരുന്നു. ബാങ്കിങ് കമ്പനീസ് ആക്ട് പാസ്സാവുന്നത് 49 മാർച്ച് 10ലും നിലവിൽ വരുന്നത് 49 മാർച്ച് 16നും. കൂട്ടുകാരെ, അങ്ങനെയാണെങ്കിൽ ഇത് എന്ന് മുതലാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്? 1966 മുതലാണ്. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗായ്സ്, ഇതിലെ സെക്ഷൻ 5B എങ്ങനെയാണ് ഒരു ബാങ്കിന്റെ പ്രവർത്തനത്തെ നിർവചിക്കുന്നത്? ജസ്റ്റ് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്ന് വന്നു? 49ൽ വന്നു. അന്ന് അത് അറിയപ്പെടുന്ന പേര് ബാങ്കിങ് കമ്പനീസ് ആക്ട്. ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്ന് പാസ്സായി 49 മാർച്ച് 10, എന്ന് നിലവിൽ വന്നു 49 മാർച്ച് 16. സാറേ, ഈ കാലയളവിൽ RBI ഗവർണർ ആര്? അത് CD ദേശ്മുഖ്. ഇത് എന്ന് മുതലാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്? 1966. സാറേ, ഇതിലെ സെക്ഷൻ 5B എങ്ങനെയാണ് ഒരു ബാങ്കിന്റെ പ്രവർത്തനത്തെ നിർവചിക്കുന്നത്? ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗൈസ്, അതിനുശേഷം നമ്മൾ കാണാൻ പോകുന്നത് ഏതാണെന്നറിയാമോ? ഒന്നാം ഘട്ട ബാങ്ക് നാഷണലൈസേഷൻ. ശ്രദ്ധിക്കാമോ? ഇന്ത്യയില് SBI ഒഴികെയുള്ള മറ്റു ബാങ്കുകളുടെ നാഷണലൈസേഷൻ പ്രോസസ്സ് 2 ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. ഈ SBI ഒഴികെയുള്ള. SBIനെ എന്ന് ദേശസാൽക്കരിച്ചു? 1955 ജൂലൈ മാസം 1-ാം തീയതി ദേശസാൽക്കരിച്ചു. പിന്നെ ഓരോ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 8 അസോസിയേറ്റ് ബാങ്കുകളുണ്ട്. SBIയുടെ ബന്ധപ്പെട്ട ഡീറ്റെയിൽസും RBIയുടെ ഡീറ്റെയിൽസും നമ്മൾ വേറെ ക്ലാസ്സുകളിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പറയുന്നിട്ടുണ്ട്. ഇത് ബാങ്ക് നാഷണലൈസേഷൻ മാത്രമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ക്ലാസ്സിൽ ഫോക്കസ് ചെയ്യുന്നത്. എന്നിരുന്നാലും SBIയോടൊപ്പം 8 അസോസിയേറ്റ് ബാങ്കുകൾ SBIയുടെ ഭാഗമാകുന്നുണ്ട്. അത് 1959ലാണ്. നിങ്ങൾക്കറിയാം, മറ്റു ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ ലഭ്യമാണ്. കൂട്ടുകാരെ ശ്രദ്ധിക്കാമോ? ഓരോ സ്റ്റേറ്റുകളുമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്ടിയാല, ഇതെല്ലാം SBIയുടെ അസോസിയേറ്റ് ബാങ്കുകളായി മാറുന്നത് എന്നാണ്? 1959ലാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സബ്സിഡിയറി ആക്ട് പ്രകാരമാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സബ്സിഡിയറി ബാങ്ക് ആക്ട് പ്രകാരം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സബ്സിഡിയറി ബാങ്ക് ആക്ട് പ്രകാരമാണ് ഈ 8 അസോസിയേറ്റ് ബാങ്കുകൾ SBIയുടെ അസോസിയേറ്റ് ബാങ്കുകളായി മാറുന്നത് 1959ലാണ്. അപ്പോൾ അത് കഴിഞ്ഞു, നമ്മൾ 69ലേക്ക് എത്തി. കൂട്ടുകാരെ, അപ്പോൾ കേന്ദ്ര സർക്കാർ ബാക്കിയുള്ള ബാങ്കുകളുടെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കാൻ പോവുകയാണ്. ആ ബാക്കിയുള്ള ബാങ്കുകളുടെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുന്നതിനെ നമ്മൾ 2 ഘട്ടങ്ങളായിട്ട് വേർതിരിക്കുന്നു. 1-ാം ഘട്ടവും 2-ാം ഘട്ടവും. കൂട്ടുകാരെ ശ്രദ്ധിക്കാമോ? ഇന്ത്യയിൽ ബാങ്ക് ദേശസാൽക്കരണം നടത്തിയത് ആര് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തുത്തരം പറയും? ഇന്ദിരാഗാന്ധി എന്ന് പറയണം. ബാങ്ക് ദേശസാൽക്കരണത്തിന് വേണ്ടി പാസാക്കിയെടുത്ത നിയമം. അയ്യോ, നിയമം വേണോ? ഇല്ല, നിയമം വേണ്ട. നിങ്ങളുടെ ഇരിക്കുന്ന ഒരു ബാങ്ക്, നിങ്ങൾ വെച്ചനുഭവിക്കുന്ന ഒരു ബാങ്ക്, നിങ്ങൾ എല്ലാ സുഖ സൗകര്യങ്ങളും ആർഭാടവും അനുഭവിക്കുന്ന ഒരു ബാങ്ക്, നിങ്ങൾ വളർത്തി വലുതാക്കിയ ഒരു സ്ഥാപനം, ഒരു ബാങ്ക്. ഞാൻ വന്ന് ചോദിക്കുകയാണ്, സർക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കതൊരുവിടെ എന്റെ പകുതി പൈസ തരാം, നിങ്ങൾക്ക് ചെലവായതിന്റെ പകുതി പൈസ തരാം, മുടക്ക് മുതൽ ഞാൻ തരാം, എന്നെ അതിന്റെ ഓണർ ആക്കുവോ എന്ന് പറഞ്ഞ് ഞാൻ വന്നാൽ നിങ്ങൾ സമ്മതിക്കുവോ? ഇല്ല. കാരണം
എന്നെ ഓണറാക്കിയ നിങ്ങൾ പിന്നെ എന്തല്ല ഓണറല്ല. ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിരുന്ന സുഖ സൗകര്യങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് സാമൂഹിക പുരോഗതിയാണ്, രാജ്യ നന്മയാണ് എന്തു പറഞ്ഞാലും നിങ്ങൾ വിട്ടുകൊടുക്കൂലല്ലോ. അപ്പോൾ നിങ്ങളിൽ നിന്നും ഈ ബാങ്കിന്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കാൻ വേണ്ടി രാജ്യ നന്മയ്ക്കാണെന്ന് പറഞ്ഞുകൊണ്ടും സാമൂഹിക പുരോഗതിക്കാണെന്ന് പറഞ്ഞുകൊണ്ടും നിങ്ങളിൽ നിന്ന് ഈ ബാങ്കിന്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കണമെങ്കിൽ സർക്കാരിന് ചില പൊടിക്കൈകൾ ചെയ്തേ പറ്റൂ, ചില നിയമനിർമ്മാണങ്ങൾ നടത്തിയേ പറ്റൂ. അപ്പോൾ ബാങ്ക് ദേശസാൽക്കരണത്തിന് വേണ്ടി ഇന്ദിരാഗാന്ധി പാസ്സാക്കിയെടുത്ത നിയമമാണ് ബാങ്കിങ് കമ്പനീസ് അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1969. കൂട്ടുകാരെ, ഇത് ആദ്യമായി ഒരു ഓർഡിനൻസ് ആയിട്ടാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. ഓർഡിനൻസിന്റെ ആർട്ടിക്കിൾ പറഞ്ഞേ 1, 2, 3 പ്രസിഡന്റിനെ കൊണ്ട് ഒരു ഓർഡിനൻസ് ഇറക്കിച്ചിട്ടാണ് ഈ നിയമം വരുന്നത്. പിന്നീട് 70കളുടെ തുടക്കത്തില് പാർലമെന്റിൽ ഈ നിയമം പാസാക്കി, മുൻകാല പ്രാബല്യത്തോടെ പാസാക്കി. അപ്പോൾ ഈ ആദ്യമായി നിയമം വരുന്നത് ഒരു ഓർഡിനൻസ് ആയിട്ടാണ്, പിന്നീട് പാർലമെന്റ് നിയമം പാസാക്കുന്നു മുൻകാല പ്രാബല്യത്തോടെ. അപ്പോൾ ഇന്ത്യയിൽ ബാങ്ക് ദേശസാൽക്കരണത്തിന് വേണ്ടി പാസാക്കിയെടുത്ത നിയമം ബാങ്കിങ് കമ്പനീസ് അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1969. കൂട്ടുകാരെ, ഞാൻ പറഞ്ഞല്ലോ ബാക്കിയുള്ള ബാങ്കുകളുടെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുന്നത് 2 ഘട്ടങ്ങളായിട്ടാണ്. ഒന്നാം ഘട്ടത്തിൽ, അതായത് 1969 ജൂലൈ 19 50 കോടി രൂപ മൂലധനമുള്ള 14 ബാങ്കുകളെ ഇന്ദിരാഗാന്ധി ദേശസാൽക്കരിക്കുന്നു. ചെറിയ ചെറിയ മീനുകളെയൊന്നും ഇന്ദിരാഗാന്ധിക്ക് താല്പര്യമില്ല. കൊള്ളാവുന്ന വലിയ ഒരു 700-800 സൈസ് ഉള്ള കരിമീനുകളെ നോക്കിയാണ് ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തത്, ദേശസാൽക്കരിച്ചത്. അപ്പോൾ 1969 ജൂലൈ 19 50 കോടി രൂപ മൂലധനമുള്ള 14 ബാങ്കുകളെയാണ് ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തത്, ദേശസാൽക്കരിച്ചത്. കൂട്ടുകാരെ, ഒന്നാം ഘട്ടം നടക്കുമ്പോൾ ആരാണ് പ്രധാനമന്ത്രി? ഒന്നാം ഘട്ടം നടക്കുമ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഒന്നാം ഘട്ടം നടക്കുമ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി ഇന്ദിരാഗാന്ധി. കാരണം അതുവരെ ധനകാര്യ വകുപ്പ് മന്ത്രി മൊറാർജി ദേശായി ആയിരുന്നു. പക്ഷെ മൊറാർജി ദേശായിക്ക് ബാങ്ക് നാഷണലൈസേഷനോട് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഇന്ദിരാഗാന്ധി തന്റെ തീരുമാനമായി മുന്നോട്ട് പോയതിനെ തുടർന്ന് മൊറാർജി ദേശായി കേന്ദ്ര മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചു. തുടർന്ന് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന ധനകാര്യ വകുപ്പ് ആരേറ്റെടുത്തു? ഇന്ദിരാഗാന്ധി ഏറ്റെടുത്തു. കൂട്ടുകാരെ, ഈ കാലയളവിൽ രാഷ്ട്രപതി ആരാണ്? വി ഗിരി. RBI ഗവർണർ, ഒന്നാം ഘട്ട ബാങ്ക് നാഷണലൈസേഷൻ നടക്കുമ്പോൾ RBI ഗവർണർ LK ജാ. സാറേ, ഈ ഒന്നാം ഘട്ടം, അതായത് 69 ജൂലൈ 19 ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിൽ വരും? 1969 മുതൽ 1974 വരെ ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? 4ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഒന്നാം ഘട്ട ബാങ്ക് നാഷണലൈസേഷൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, ധനകാര്യ വകുപ്പ് മന്ത്രി അതും ഇന്ദിരാഗാന്ധി, രാഷ്ട്രപതി വി ഗിരി, RBI ഗവർണർ LK ജാ. അങ്ങനെയാണെങ്കിൽ പഞ്ചവത്സര പദ്ധതി 4. SBI ദേശസാൽക്കരിക്കപ്പെട്ടു 55 ജൂലൈ 1. ആ സമയത്ത് RBI ഗവർണർ ആരുടെ? ബനഗല രാമറാവു BR റാവു. ബനഗല രാമറാവു BR റാവു. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഒന്നാം ഘട്ടത്തിൽ 69 ജൂലൈ 19 ഇന്ദിരാഗാന്ധി 50 കോടി രൂപ മൂലധനമുള്ള 14 ബാങ്കുകളുടെ ഉടമസ്ഥാവകാശമല്ലേ ഏറ്റെടുത്തത്? ആ 14 ബാങ്കുകൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ ലീഡ് ബാങ്ക്. ലീഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ജില്ലയിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് ഉള്ള ബാങ്ക് എന്നല്ല അതിന്റെ അർത്ഥം. വായ്പാ ലഭ്യത, പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ വായ്പാ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി RBI കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ് ലീഡ് ബാങ്കിങ് സിസ്റ്റം. അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ജില്ലയിലും ഓരോ ബാങ്കിനെ ലീഡ് ബാങ്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരോധിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ ലീഡ് ബാങ്ക് ആണ് ഏത്? ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. എന്നാൽ കേരളത്തിൽ വടക്കോട്ട് കൂടുതൽ ജില്ലകളിലും ലീഡ് ബാങ്കായി വരുന്നത് കാനറ ബാങ്ക്. ഈ കാനറ ബാങ്കും ഈ ഇന്ത്യൻ ഓവർസീസ് ബാങ്കും പിന്നെ ബിസിനസ് വോളിയത്തിൽ ഇന്ത്യയിൽ 2ാം സ്ഥാനത്തുള്ള പഞ്ചാബ് നാഷണൽ ബാങ്കും ബിസിനസ് വോളിയം നോക്കിയാൽ ഇന്ത്യയിൽ 3ാം സ്ഥാനത്തുള്ള ബാങ്ക് ഓഫ് ബറോഡയും കൂട്ടുകാരെ കൂടെ പറയാൻ സാധിക്കുന്ന ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയും എനിക്ക് അക്കൗണ്ടുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയും എന്റെ മമ്മിക്ക് അക്കൗണ്ടുള്ള ഇന്ത്യൻ ബാങ്കും കൂടെ പറയാൻ സാധിക്കുന്ന സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയും യു വെച്ചുള്ള 3 എണ്ണം യുക്കോ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ, ദീനം പിടിച്ച 2 എണ്ണം ദീന ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്, അവസാനം ഒരു അലഹബാദ് ബാങ്ക്. ഇങ്ങനെ 14 ബാങ്കുകളാണ് 69 ജൂലൈ 19 ഇന്ദിരാഗാന്ധി ദേശസാൽക്കരിച്ചത്. ഒന്നാം ഘട്ടത്തിൽ എത്ര കോടി രൂപ മൂലധനമുള്ള 14 ബാങ്കുകൾ? 50 കോടി രൂപ മൂലധനമുള്ള 14 ബാങ്കുകൾ. ആ 14 ബാങ്കുകൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ ലീഡ് ബാങ്ക് ഏത്? ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. ഗ്രാമീണ മേഖലയിൽ വായ്പ എത്തിക്കുന്നതിന് വേണ്ടി ഓരോ ജില്ലയിലും
ഒരു ബാങ്കിനെ ലീഡ് ബാങ്കായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ തിരുവനന്തപുരം ജില്ലയിൽ ലീഡ് ബാങ്കാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. കേരളത്തിൽ കൂടുതൽ ജില്ലകളിൽ ലീഡ് ബാങ്കായി പ്രവർത്തിക്കുന്നത് കാനറ ബാങ്ക്. കൂട്ടുകാരെ, അങ്ങനെയാണെങ്കിൽ ബിസിനസ് വോളിയത്തിൽ 2ാം സ്ഥാനത്തുള്ള പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബിസിനസ് വോളിയത്തിൽ 3ാം സ്ഥാനത്തുള്ള ബാങ്ക് ഓഫ് ബറോഡ, കൂടെ പറയാൻ സാധിക്കുന്ന ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, എനിക്ക് അക്കൗണ്ട് ഉള്ള ബാങ്ക് ഓഫ് ഇന്ത്യ, മമ്മിക്ക് അക്കൗണ്ട് ഉള്ള ഇന്ത്യൻ ബാങ്ക്, അടുത്തത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, യു വെച്ച് 3 യൂക്കോ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, അടുത്തത് യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ. കൂട്ടുകാരെ, ദീനം പിടിച്ച 2 ദീന ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്, അവസാനം ഒരു അലഹാബാദ് ബാങ്ക്. അങ്ങനെ മൊത്തം 14 ബാങ്കുകൾ 1ാം ഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി ദേശസാൽക്കരിച്ചു. കൂട്ടുകാരെ, അടുത്തത് 2ാം ഘട്ട ബാങ്ക് നാഷണലൈസേഷൻ. 2ാം ഘട്ട ബാങ്ക് നാഷണലൈസേഷൻ 1980 ഏപ്രിൽ 15 നടന്നു. 1980 ഏപ്രിൽ 15. അന്നും ചെറിയ മീനുകളെല്ലാം ഇന്ദിരാഗാന്ധി വിട്ടു. 200 കോടി രൂപയിൽ പരം മൂലധനമുള്ള 6 ബാങ്കുകളെ ഇന്ദിരാഗാന്ധി ദേശസാൽക്കരിച്ചു. 1ാം ഘട്ടം നടന്നത് 69 ജൂലൈ 19. 2ാം ഘട്ടം നടക്കുന്നത് 80 ഏപ്രിൽ 15. 1ാം ഘട്ടത്തിൽ എത്ര കോടി രൂപ മൂലധനമുള്ള 50 കോടി രൂപ മൂലധനമുള്ള 14 ബാങ്കുകളെ, 2ാം ഘട്ടത്തിൽ 200 കോടി രൂപ മൂലധനമുള്ള 6 ബാങ്കുകളെ, രണ്ടും ദേശസാൽക്കരിച്ചത് ഇന്ദിരാഗാന്ധി. 2ാം ഘട്ടം നടക്കുമ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, 2ാം ഘട്ടം നടക്കുമ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി ആർ വെങ്കിട്ടരാമൻ. എന്നാൽ 1ാം ഘട്ടത്തിൽ അത് ഇന്ദിരാഗാന്ധിയായിരുന്നു, 2ാം ഘട്ടത്തിൽ ആർ വെങ്കിട്ടരാമൻ. 2ാം ഘട്ടം നടക്കുമ്പോൾ ആരാണ് രാഷ്ട്രപതി? നീലം സഞ്ജീവ റെഡ്ഡി. എന്നാൽ 1ാം ഘട്ടത്തിൽ അത് വി വി ഗിരി. കൂട്ടുകാരെ, വി വി ഗിരി ആരെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയിട്ടാണ് രാഷ്ട്രപതിയാകുന്നത്? നീലം സഞ്ജീവ റെഡ്ഡിയെ. കൂടാതെ ഈ നീലം സഞ്ജീവ റെഡ്ഡി ആയിരുന്നു 2ാം ഘട്ടം ബാങ്ക് നാഷണലൈസേഷൻ നടക്കുമ്പോൾ രാഷ്ട്രപതിയായിരുന്നത്. അപ്പോൾ RBI ഗവർണർ 2ാം ഘട്ടത്തിൽ IG പട്ടേൽ, ആദ്യഘട്ടത്തിൽ അത് LK ജ. SBI ദേശസാൽക്കരിക്കപ്പെടുമ്പോൾ അത് BR റാവു. കൂട്ടുകാരെ, 2ാം ഘട്ടത്തിൽ ഏത് പഞ്ചവത്സര പദ്ധതി സാറേ? അത് 6 എന്ന് വെച്ചാൽ 1980 മുതൽ 85 വരെ ഏത് പഞ്ചവത്സര പദ്ധതി? 6. എന്നാൽ 1ാം ഘട്ടം 69-74 4ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലായിരുന്നു 1ാം ഘട്ട ബാങ്ക് നാഷണലൈസേഷൻ നടക്കുന്നത്. കൂട്ടുകാരെ, സെറ്റാണ്. 2ാം ഘട്ട ബാങ്ക് നാഷണലൈസേഷൻ 1980 ഏപ്രിൽ 15 നടന്നു. 200 കോടി രൂപയിൽ പരം മൂലധനമുള്ള 6 ബാങ്കുകളെ ദേശസാൽക്കരിച്ചു. 2ാം ഘട്ടം നടക്കുമ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ധനകാര്യ വകുപ്പ് മന്ത്രി ആർ വെങ്കിട്ടരാമനും, രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി, RBI ഗവർണർ IG പട്ടേൽ. പഞ്ചവത്സര പദ്ധതി 6. കൂട്ടുകാരെ, 2ാം ഘട്ടത്തിൽ ദേശസാൽക്കരിക്കപ്പെട്ട ബാങ്കുകൾ വിജയ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ, ആന്ധ്ര ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക്, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്. ഐ റിപ്പീറ്റ്, വിജയ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ, ആന്ധ്ര ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക്, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് എന്നീ 6 ബാങ്കുകളെയാണ് 2ാം ഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി ദേശസാൽക്കരിച്ചത്. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗായ്സ്, നമ്മൾ ഇത്തരം കാര്യങ്ങളൊന്നും കൂടി കാണുന്നു. ബാങ്ക് നാഷണലൈസേഷൻ സെറ്റ് ആയിട്ട് മനസ്സിലാക്കി എന്നാണ് എന്റെ വിശ്വാസം. അപ്പോൾ RBI ബാങ്കുകളെ ദേശസാൽക്കരിച്ചു. എന്തിനു വേണ്ടി ദേശസാൽക്കരിച്ചു? 51% ഓഹരി ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ബാങ്കുകളുടെ ഉടമസ്ഥാവകാശം എന്തിന് സ്വന്തമാക്കി? ബാങ്കുകളുടെ പ്രവർത്തനത്തെ ക്രമീകരിച്ചുകൊണ്ട് സാമൂഹിക പുരോഗതി സാധ്യമാക്കുക. ആദ്യമായി ദേശസാൽക്കരിക്കപ്പെട്ടത് RBI എന്ന് ദേശസാൽക്കരിച്ചു. 1949 ജനുവരി 1 ദേശസാൽക്കരിച്ചു. RBI ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി എന്ന് അവരോധിക്കപ്പെട്ടു 1949. ഈ കാലയളവിൽ RBI ഗവർണറായി വന്നത് CD ദേശ്മുഖ്. RBI ഗവർണർ ആയിരുന്നത് 43 മുതൽ 49 ജൂലൈ വരെ. സോറി, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ RBIയുടെ എത്രാമത്തെ ഗവർണറാണ് CD ദേശ്മുഖ്? 3ാമത്തത്. എത്രാമത്തെ ഇന്ത്യക്കാരൻ? ആദ്യത്തെ ഇന്ത്യക്കാരൻ. കറൻസി നോട്ടുകളിൽ ഒപ്പുവെച്ച ആദ്യത്തെ RBI ഗവർണർ അത് ജെയിംസ് ടൈലർ. എന്നാൽ കറൻസി നോട്ടുകളിൽ ഒപ്പുവെക്കുന്ന ഇന്ത്യക്കാരനായ ആദ്യത്തെ RBI ഗവർണർ അത് CD ദേശ്മുഖ്. കൂട്ടുകാരെ, ശ്രദ്ധിക്കാമോ? 1944 ബ്രട്ടൺ വുഡ് സമ്മേളനത്തിൽ RK ഷൺമുഖം ചെട്ടിയോടൊപ്പം പങ്കെടുത്ത വ്യക്തി CD ദേശ്മുഖ്. IMFന്റെയും വേൾഡ് ബാങ്കിന്റെയും പിറവിക്ക് വഴിതെളിച്ച സമ്മേളനം ബ്രട്ടൺ വുഡ് സമ്മേളനം. കൂട്ടുകാരെ, ഇന്ത്യ സ്വതന്ത്രയാകുമ്പോൾ RBI ഗവർണർ CD ദേശ്മുഖ്. RBI ഗവർണർ ആയതിനു ശേഷം കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയാകുന്ന ആദ്യത്തെ വ്യക്തി മൻമോഹൻ സിംഗ് അല്ല, പിന്നെ ആരാണ്? CD ദേശ്മുഖ് ആണ്.
ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അല്ലേ? ഇന്ത്യയിൽ ബാങ്കുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന നിയമമാണ് ഏത്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. ഈ നിയമം നിലവിൽ വരുന്നത് കൂട്ടുകാരെ 1949 പക്ഷെ നിലവിൽ വരുന്ന സമയത്ത് അത് അറിയപ്പെടുന്ന പേര് ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നായിരുന്നു. ഈ ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നാണ് പാസ്സാവുന്നത്? 1949 മാർച്ച് 10 പാസ്സാവുന്നു. നിലവിൽ വരുന്നത് 1949 മാർച്ച് 16. കൂട്ടുകാരെ, ഇതെന്ന് മുതലാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്ന പേര് സ്വീകരിക്കുന്നത്? 1966. ഒരു ധനകാര്യ സ്ഥാപനത്തെ ബാങ്കിൽ നിന്നും വേർതിരിക്കുന്നത് ഈ പറയുന്ന നമ്മുടെ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ സെക്ഷൻ 5B ആണ്. അവിടെ ബാങ്കിങ് എന്താണ്? ഒരു ബാങ്ക്, ഒരു ബാങ്കിന്റെ ധർമ്മം എന്താണെന്ന് സെക്ഷൻ 5B ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ വ്യക്തമായി നിർവചിക്കുന്നുണ്ട്. എന്താണത്? ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, 12 പൊതുമേഖലാ ബാങ്കുകളിൽ ആദ്യമായി ദേശസാൽക്കരിക്കപ്പെട്ട ബാങ്ക് SBI. അന്ന് വരെ അത് അറിയപ്പെട്ടിരുന്നത് ഇമ്പീരിയൽ ബാങ്ക് എന്നായിരുന്നു. SBI ദേശസാൽക്കരിക്കപ്പെടുന്നു. SBI മുൻപ് അറിയപ്പെട്ടിരുന്നത്, അതായത് SBIയുടെ ആദ്യകാല പേര് ചോദിച്ചാൽ ഇമ്പീരിയൽ ബാങ്ക് അല്ല, ബാങ്ക് ഓഫ് കൊൽക്കത്ത എന്ന് പറയേണ്ടി വരും. കൊൽക്കത്ത സ്ഥാപിതമാകുന്നത് 1706 ജൂൺ മാസം 2 എന്നാൽ ഈ ബാങ്ക് ഓഫ് കൊൽക്കത്ത 1709 ജനുവരി 2 ബാങ്ക് ഓഫ് ബംഗാളായി മാറുന്നുണ്ട്. 1709 ജനുവരി 2 ബാങ്ക് ഓഫ് ബംഗാളും 1840 ഏപ്രിൽ 15 ബാങ്ക് ഓഫ് ബോംബെയും 1843 ജൂലൈ 1 ബാങ്ക് ഓഫ് മദ്രാസും ചേർന്ന് 1921 ജനുവരി 27 ഇമ്പീരിയൽ ബാങ്ക് സ്ഥാപിതമാകുന്ന കൂട്ടുകാരെ. ഇതാണ് 55 ജൂലൈ 1 SBI ആയിട്ട് മാറുന്നത്. ഇമ്പീരിയൽ ബാങ്ക് സ്ഥാപിതമാകുന്നത് 1920 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. ഇനി ഇമ്പീരിയൽ ബാങ്കിന് ആ പേര് കൊടുത്തത് ജോൺ മെയ്നാർഡ് കീൻസ് എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. RBI കേന്ദ്ര ബാങ്കായി അവരോധിക്കപ്പെടുന്നത് വരെ RBIയുടെ ഉത്തരവാദിത്തങ്ങളിൽ, പ്രത്യേകിച്ച് കേന്ദ്ര ബാങ്കിന്റെ ഉത്തരവാദിത്തങ്ങളിൽ ചിലത് ഇന്ത്യയിൽ നിർവഹിച്ചിരുന്ന ബാങ്കാണ് ഇംപീരിയൽ ബാങ്ക്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ SBI നിലവിൽ വന്നത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? 1954 AD ഗോർവാൾ അധ്യക്ഷനായ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് SBI സ്ഥാപിതമാകുന്നത്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയെ കേന്ദ്ര സർക്കാർ നിയമിക്കുന്നത് 51 ഈ കമ്മിറ്റി ഒരു ദേശീയ തലത്തിൽ ഒരു പൊതുമേഖലാ ബാങ്കിന്റെ ആവശ്യകതയെ ചൂണ്ടിക്കാട്ടുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ SBI വരുന്നു. SBI ദേശസാൽക്കരിക്കപ്പെടുന്നു. അപ്പൊ SBIയുടെ രൂപീകരണത്തിന് വേണ്ടി ശുപാർശ കൊടുത്തത് 54 AD ഗോർവാൾ അധ്യക്ഷനായ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ഇവിടെ ശ്രദ്ധിക്കുക, ഏറ്റവും നന്നായി പഠിക്കുക. നിങ്ങൾക്കറിയാം 8 അസോസിയേറ്റ് ബാങ്കുകൾ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, ട്രാവൻകൂർ, പട്ടിയാല, ഹൈദരാബാദ് തുടങ്ങിയ 8 അസോസിയേറ്റ് ബാങ്കുകൾ SBIയുടെ ഭാഗമായി മാറുന്നത് 1959 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സബ്സിഡിയറി ബാങ്ക് ആക്ട് പ്രകാരമാണ് ഈ 8 അസോസിയേറ്റ് ബാങ്കുകളും അതിന്റെ ഭാഗമാകുന്നത്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള ബാങ്കുകളുടെ ദേശസാൽക്കരണം 2 ഘട്ടമായിട്ടാണ് നടക്കുന്നത്. ഒന്നാം ഘട്ടം നടക്കുന്നത് 1969 ജൂലൈ 19 ഇനി ബാങ്ക് ദേശസാൽക്കരണത്തിന് വേണ്ടി ഇന്ദിരാഗാന്ധി പാസാക്കിയെടുത്ത നിയമമാണ് ബാങ്കിങ് കമ്പനീസ് അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1969. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, 2 ഘട്ടം നടക്കുമ്പോഴും പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. ഒന്നാം ഘട്ടം 69 ജൂലൈ 19 നടക്കുന്നു. 50 കോടി രൂപ മൂലധനമുള്ള 14 ബാങ്കുകളെ ഇന്ദിരാഗാന്ധി ദേശസാൽക്കരിക്കുന്നു. ആ 14 ബാങ്കുകൾ ഏതൊക്കെയാണ് കൂട്ടുകാരെ? അതിനു മുമ്പ് ഏതൊക്കെയാണ്? ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, കാനറ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ബാങ്ക് ഓഫ് ഇന്ത്യ. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, യൂക്കോ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ, ദീന ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്, അലഹബാദ് ബാങ്ക്. ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടക്കുമ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, ധനകാര്യ വകുപ്പ് മന്ത്രി അതും ഇന്ദിരാഗാന്ധി, രാഷ്ട്രപതി VV ഗിരി, RBI ഗവർണർ LK ജാ, പഞ്ചവത്സര പദ്ധതി, 4ാം പഞ്ചവത്സര പദ്ധതി. കൂട്ടുകാരെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. രണ്ടാം ഘട്ട ബാങ്ക് നാഷണലൈസേഷൻ 1980 ഏപ്രിൽ 15 നടക്കുന്നു. 1980 ഏപ്രിൽ 15 200 കോടി രൂപയിൽ പരം മൂലധനമുള്ള 6 ബാങ്കുകളെ ദേശസാൽക്കരിക്കുന്നു. രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, രണ്ടാം ഘട്ടത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രി R വെങ്കിട്ടരാമൻ, രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി, RBI ഗവർണർ IG പട്ടേൽ, പഞ്ചവത്സര പദ്ധതി 6. രണ്ടാം ഘട്ടത്തിൽ ദേശസാൽക്കരിക്കപ്പെട്ട 6 ബാങ്കുകൾ വിജയ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ, ആന്ധ്ര ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക്, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്. സെറ്റ് അല്ലേ കൂട്ടുകാരെ? വീണ്ടും നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. നന്ദി, നമസ്കാരം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈമെന്റ് PSC ലേണിംഗ് ആപ്പ്. കൂട്ടുകാരെ, അപ്പോൾ ബാങ്ക് നാഷണലൈസേഷന്റെ ആദ്യത്തെ ഭാഗത്തിൽ വളരെ ആധികാരികമായി ഏറ്റവും പുതിയ ഫാക്ട്സ് ഉൾപ്പെടുത്തി തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബാങ്ക് നാഷണലൈസേഷന് വേണ്ടി ഇന്ദിരാഗാന്ധി പാസ്സാക്കിയെടുത്ത നിയമം ഉൾപ്പെടെ പഠിച്ചെടുത്തിട്ടുണ്ട്.
ലിസ്റ്റ് പരിപൂർണമായും തന്നെ, പ്രത്യേകിച്ച് ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും ബാങ്ക് നാഷണലൈസേഷൻ, ഏതൊക്കെ ബാങ്കുകളാണ് നാഷണലൈസ് ചെയ്തത്, ദേശസാൽക്കരിക്കപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആധികാരികമായി തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചെടുത്തിട്ടുണ്ട്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, ബാങ്ക് നാഷണലൈസേഷന്റെ രണ്ടാമത്തെ ഭാഗത്തിൽ ബാങ്ക് നാഷണലൈസേഷനിലേക്ക് നയിച്ച ഘടകങ്ങളും ബാങ്ക് നാഷണലൈസേഷന്റെ നേട്ടങ്ങളുമാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്. ശ്രദ്ധിക്കുക, ഏറ്റവും നന്നായി പഠിക്കാനായിട്ട് പരിശ്രമിക്കുക. ബാങ്ക് നാഷണലൈസേഷനിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയിലെ ഭൂരിഭാഗം ബാങ്കുകളും 1950കളിലും 60കളിലും 70കളുടെ തുടക്കത്തിലും, ശരി ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ ഭൂരിഭാഗം ബാങ്കുകളും 1950കളിലും 60കളിലും 70കളുടെ തുടക്കത്തിലും നഗര കേന്ദ്രീകൃതമായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഒരു ബാങ്ക് ഉണ്ടെങ്കിൽ അത് തിരുവനന്തപുരം നഗരം, കോർ ട്രിവാൻഡ്രം സിറ്റി, കിഴക്കേക്കോട്ട അല്ലെങ്കിൽ തമ്പാനൂർ, കരമന ഭാഗങ്ങളിൽ മാത്രമാണ് കേന്ദ്രീകരിച്ചിരുന്നത്. പ്രധാന നഗരങ്ങളിൽ മാത്രമാണ് കേന്ദ്രീകരിച്ചിരുന്നത്. അവർ ലോൺ കൊടുത്തിരുന്നത് സ്വാധീനമുള്ള വ്യക്തികൾക്കും വലിയ വ്യവസായശാലകൾക്കും മാത്രമായിരുന്നു. നിങ്ങൾക്കറിയാം, വളരെ ആധികാരികമായിട്ട് തന്നെ നിങ്ങൾക്കറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് 33 കോടി ജനങ്ങളാണുള്ളത്. ഇതിലൊരു നല്ലൊരു ഭാഗവും, അതായത് 85-90% ജനങ്ങളും, നമുക്ക് റൗണ്ട് ചെയ്ത് 30 കോടി ജനങ്ങൾ എന്നെടുക്കാം. ഈ 30 കോടി ജനങ്ങളും നിത്യവൃത്തിക്ക് വേണ്ടി ആശ്രയിച്ചിരുന്നത് കാർഷിക മേഖലയായിരുന്നു. കൂട്ടുകാരെ, ഈ കാർഷിക മേഖലയ്ക്കല്ല ആദ്യകാലത്ത് ബാങ്കുകൾ ലോൺ കൊടുത്തിരുന്നത്, സ്വാധീനമുള്ള വ്യക്തികൾക്കും വലിയ വ്യവസായശാലകൾക്കും മാത്രമായിരുന്നു. ഈ ബഹുഭൂരിപക്ഷം ജനങ്ങളും, അതായത് 85 മുതൽ 90% ജനങ്ങളും അധിവസിക്കുന്ന ഈ കാർഷിക മേഖലയ്ക്ക് 1950 ഇന്ത്യയിലെ ബാങ്കുകൾ മുഴുവനായി ലോൺ കൊടുത്തിരുന്നത് വെറും 2.3% മാത്രമാണ് എന്ന് നിങ്ങൾ ഓർക്കുക. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, 1950കളിൽ ഇന്ത്യയിൽ ബാങ്കിംഗ് മേഖല മുഴുവനായി കാർഷിക മേഖലയ്ക്ക് കൊടുത്തിരുന്ന ലോണിന്റെ പെർസെന്റേജ് വിഹിതം എന്ന് പറയുന്നത് ജസ്റ്റ് 2.3%. കൂട്ടുകാരെ, അപ്പൊ നമ്മൾ വിചാരിക്കും കുറച്ച് കഴിയുമ്പോൾ ഇത് മെച്ചപ്പെടുന്നു. ഇല്ല, മെച്ചപ്പെട്ടിട്ടില്ല. 67 ആകുമ്പോഴേക്കും ഇത് 2.2% കുറയുകയാണ് കൂട്ടുകാരെ ചെയ്തത്. 2.2% കുറയുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഓർക്കേണ്ടത്, 30 കോടി ജനങ്ങളിൽ 33 കോടി ജനങ്ങളിൽ 90% അധിവസിക്കുന്ന പട്ടിണി പാവങ്ങൾക്ക് ഇവർ ലോൺ കൊടുത്തിരുന്നത് വെറും 2.3%. ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങൾക്ക് ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമായിരുന്നില്ല. വളരെ വ്യക്തമാണ്. സ്വാഭാവികമായി ഈ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ആരെ ആശ്രയിക്കും കൂട്ടുകാരെ? ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും പിന്നെ പണത്തിന് വേണ്ടി സ്വകാര്യ പണമിടപാടുകാരെ ആശ്രയിക്കും. വേറെ വഴിയും ഒരു ഗതിയും പരഗതിയും ഇല്ലെങ്കിൽ പ്രൈവറ്റ് മണി ലെൻഡേഴ്സിനെ അല്ലേ അവർക്ക് ആശ്രയിക്കാൻ പറ്റുകയുള്ളൂ. ഈ പ്രൈവറ്റ് മണി ലെൻഡേഴ്സ് അവരെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? അവരെ സ്ക്വീസ് ചെയ്യും കൂട്ടുകാരെ, അവരെ പരമാവധി ചൂഷണം ചെയ്യും, അവരെ പരമാവധി ഇഞ്ചി പരുവമാക്കും. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, ഇതോടെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും സ്വകാര്യ പണമിടപാടുകാരെ ആശ്രയിക്കുന്നതിന് കാരണമായി ഭൂരിപക്ഷം ജനങ്ങളും ചൂഷണം ചെയ്യപ്പെടുന്നതിനും കർഷക ആത്മഹത്യ പോലുള്ള സംഭവങ്ങൾക്കും വഴിവെച്ചു വരെങ്കിൽ കാരണമായി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ന് പോലും സാക്ഷരത കേരളം എന്ന് നമ്മൾ അഭിമാനിക്കുന്ന നമ്മുടെ കൊച്ചുനാട്ടിൽ കർഷക ആത്മഹത്യ ഉണ്ട് കൂട്ടുകാരെ. ഇന്ന് പോലും സാക്ഷരത കേരളം എന്ന് നമ്മൾ അഭിമാനിക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ പലിശയ്ക്ക് പണം എടുക്കുന്നുണ്ട് കൂട്ടുകാരെ. 105 രൂപയ്ക്കും 110 രൂപയ്ക്കും 115 രൂപയ്ക്കും പലിശയ്ക്ക് എടുക്കുന്നുണ്ട്. 105 രൂപയാണെന്ന് നമ്മൾ വിചാരിക്കുക. 105 രൂപ, 100-ന് 5 രൂപ പലിശ നിരക്കിൽ പലിശയ്ക്ക് എടുക്കുകയാണെന്ന് വിചാരിക്കുക. 105 രൂപ. 1 ലക്ഷം രൂപയിൽ എത്ര 100 രൂപ, എത്ര 100 ഉണ്ട്? 1000 100 എന്ന് വെച്ചാൽ 1000 ഗുണം 5 5000 രൂപയാണ് ഒരു മാസമാകുമ്പോൾ 1 ലക്ഷം രൂപയ്ക്ക്. ഞാൻ പറഞ്ഞത് സാധാരണ ഒരു 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 പലിശയ്ക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 105 രൂപ കൊടുക്കണം. അങ്ങനെ നമ്മൾ 1 ലക്ഷം രൂപ എടുത്താൽ 5000 രൂപ ഒരു മാസമാകുമ്പോൾ പലിശ മാത്രമായിട്ട് നമ്മൾ കൊടുക്കണം. പിള്ളേച്ചന്റെ ഏതാണ് നമ്മൾ പലിശയ്ക്ക് പണം എടുക്കുന്നെങ്കിൽ പിള്ളേച്ചന് നമ്മൾ ഒരു മാസമാകുമ്പോൾ 5000 രൂപ കൊടുക്കണം കൂട്ടുകാരെ. എന്ന് വെച്ചാൽ 5000 ഗുണം 12 ഒരു വർഷമാകുമ്പോൾ 60000 രൂപയാണ് പലിശ ഇനത്തിൽ മാത്രമായിട്ട് കൊടുക്കേണ്ടി വരിക എന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ഇത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് 60,000 എന്ന് പറയുന്നത് പലിശ എമൗണ്ട്. ഇത് എത്ര പെർസെന്റേജ് ഇൻട്രസ്റ്റ് ആണ് എന്നുള്ളത് നമുക്കൊന്ന് വെറുതെ കണക്ക് കൂട്ടി നോക്കാം കൂട്ടുകാരെ. ഇപ്പൊ നമ്മൾ 1 ലക്ഷം രൂപയ്ക്കല്ലേ 60000 രൂപ ആയത്? 60000 രൂപ ഈസ് ഈക്വൽ ടു 1 ലക്ഷം രൂപ അല്ലേ? 1 ലക്ഷം രൂപയുടെ എത്ര പെർസെന്റേജ് ആണ് എന്നുള്ളതാണ് നമ്മൾ ഇപ്പൊ കണ്ടുപിടിക്കേണ്ടതാണല്ലേ കൂട്ടുകാരെ? ശരി, ഒരു വർഷത്തേക്ക് അല്ലേ?
that is equal to R is equal to rate of interest is equal to 60,000 divided by 1000 എന്ന് വെച്ചാൽ that is equal to 60%. 60%. നോക്കിക്കേ 105 രൂപ എന്ന് പറയുന്നത് 60%. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 101 രൂപ എന്ന് പറഞ്ഞാൽ 12% ഇൻട്രസ്റ്റ് റേറ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, നിങ്ങളൊരു ബാങ്കിൽ ചെന്ന് അന്വേഷിക്കുക. അവിടെ ആ ബാങ്ക് സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അവർ കൊടുക്കുന്ന ലോണിന് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. നിങ്ങളൊരു ഗവൺമെന്റ് എംപ്ലോയി ആണ്, നിങ്ങളൊരു ബാങ്ക് എംപ്ലോയി ആണ്. നിങ്ങളുടെ ബാങ്ക് ജീവനക്കാരനായ നിങ്ങൾക്ക് ഒരു വീട് വെക്കുന്നതിന് വേണ്ടി ലോൺ തരുന്നത് വെറും 6%, 6% പലിശ നിരക്കിനായിരിക്കും. എന്നാൽ നിങ്ങൾ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ്, നിങ്ങൾ ഒരു വനിതയാണ് എന്നുണ്ടെങ്കിൽ ബാങ്ക് നിങ്ങൾക്ക് ലോൺ തരുന്നത് വെറും 6.75%. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, നിങ്ങൾക്കൊരു വാഹനം വാങ്ങിക്കാനാണെങ്കിൽ 8.75% ഈ പറഞ്ഞ പോലെ എഡ്യൂക്കേഷണൽ ലോൺ ആണെന്നുണ്ടെങ്കിൽ പരമാവധി 10.75% ആണ്. എന്നിരുന്നാലും എങ്ങനെ പോയാലും 12% അപ്പുറത്തേക്ക് അത് പോവില്ല സാധാരണഗതിയിൽ. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, അങ്ങനെ 100-ന് 1 രൂപ, പരമാവധി 1 രൂപ അല്ലെങ്കിൽ 12% പലിശ നിരക്കിൽ ബാങ്കുകൾ ലോൺ കൊടുക്കുന്ന സമയത്താണ് നോക്കിക്കേ നമ്മൾ 105 രൂപ, അതായത് 60% പലിശ നിരക്കിൽ നമ്മൾ എന്ത് ചെയ്തെടുക്കുന്നത്, വായ്പ എടുക്കുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കൂട്ടുകാരെ, ഈ 100-ന് 60% അല്ലെങ്കിൽ 105 രൂപ നിരക്കിൽ 60,000 രൂപ നമ്മൾ ലോൺ കൊടുക്കുന്നത് എവിടെ കിടക്കുന്നു? ഒരു സാധാരണ പൊതുമേഖലാ ബാങ്കുകൾ 4% പലിശ നിരക്കിലാണ് കാർഷിക വായ്പ ലഭ്യമാക്കുന്നത്. 4% എന്ന് പറയുമ്പോഴത്തേക്കും 1 ലക്ഷം രൂപയ്ക്ക് 4,000 രൂപ, ഒരു വർഷമാണ് 4,000 രൂപ. 4,000 രൂപ എവിടെ കിടക്കുന്നത്? 60,000 രൂപ എവിടെ കിടക്കുന്നു? നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ. ഈ പറയുന്ന പാവപ്പെട്ട കർഷകർ എങ്ങനെയാണ് ജീവിതത്തിൽ അഭിവൃദ്ധി നേടുക? ഈ പറയുന്ന പാവപ്പെട്ട കർഷകർ എങ്ങനെ ജീവിതത്തിൽ മെച്ചപ്പെട്ടു വരും? അവർക്ക് മെച്ചപ്പെട്ട ബാങ്കിങ് സേവനങ്ങൾ 4% പലിശ നിരക്കിൽ വായ്പ അവർക്ക് ലഭ്യമാകുന്നില്ല. അവര് പലിശ പിള്ളേച്ചന്റെ കയ്യിൽ നിന്ന് 105 രൂപ നിരക്കിൽ 60% പലിശ നിരക്കിൽ 60,000 രൂപയാണ് ഒരു വർഷം പലിശ ഇനത്തിൽ മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് ബാങ്ക് വായ്പ ലഭ്യമാകുകയാണെങ്കിൽ അവർക്ക് 4,000 രൂപയാകുന്നുള്ളൂ. 56,000 രൂപയാണ് അവർ അധികമായി പലിശ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ എങ്ങനെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും മെച്ചപ്പെടും? കൂട്ടുകാരെ, നല്ലൊരു നാളെ അവർക്കുണ്ടാവും. അവര് ദാരിദ്ര്യത്തിൽ കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും. പിള്ളേച്ചന്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ വായ്പ എടുക്കുന്നു, നേരെ പോകുന്നു, കൃഷി ഇറക്കുന്നു, പരിമിതമായ രീതിയിൽ കൃഷി ചെയ്യുന്നു, ആ വിളവ് എന്ത് ചെയ്യുന്നു, വിൽക്കുന്നു. ആ വിറ്റ പൈസ ഉപയോഗിച്ച് കഷ്ടിച്ച് അവന്റെ കുടുംബം അടുത്തൊരു കൊല്ലം മുന്നോട്ട് പോകുന്നു. പരമാവധി കൂട്ടുകാരെ പിള്ളേച്ചന് കൊടുക്കാനുള്ള പണം മിച്ചം കിട്ടുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ അടുത്ത വർഷം കൃഷി ഇറക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും പോയി എന്ത് ചെയ്യണം? ഈ പറഞ്ഞതുപോലെ പിള്ളച്ചന്റെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് പണം എടുക്കണം. എന്ന് വെച്ചാൽ അവന്റെ ജീവിതത്തിൽ ഒരു വളർച്ച, ജീവിതത്തിൽ ഒരു മാറ്റം, അവന്റെ പിള്ളേർക്ക് നല്ലൊരു വിദ്യാഭ്യാസം ഒരു കാരണവശാലും ഒന്നിനും പറ്റുന്നില്ല. അതാ കണ്ടില്ലേ, 60% പലിശ നിരക്കിലാണ് അവരെടുത്തുകൊണ്ടിരുന്നത്. 60% 100-ന് 5 രൂപ അല്ലെങ്കിൽ 60,000 രൂപ. നേരെ മറിച്ച് ബാങ്കിൽ നിന്നാണെങ്കിൽ അവർക്ക് 4,000 രൂപയ്ക്ക് ലഭ്യമാകുമായിരുന്നു. കൂട്ടുകാരെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാക്കാത്തതിനാൽ ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനോ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറുന്നതിനോ സാധിച്ചിട്ടില്ല. ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ദാരിദ്ര്യത്തിൽ തുടരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് മെച്ചപ്പെട്ട ബാങ്കിങ് സേവനങ്ങൾ ലഭിക്കാത്തതാണ്. ഒരു തർക്കമില്ല. ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ദാരിദ്ര്യത്തിൽ തുടരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് മെച്ചപ്പെട്ട ബാങ്കിങ് സേവനങ്ങൾ ലഭിക്കാത്തത് തന്നെയാണ്. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂട്ടുകാരെ. അടുത്തതിലേക്ക് പോകാം. ബാങ്ക് നാഷണലൈസേഷനിലേക്ക് നയിച്ച മറ്റൊരു ഘടകമാണ് 1950 മുതൽ 67 വരെയുള്ള കാലയളവിൽ 477 സ്വകാര്യ ബാങ്കുകളിൽ 361 ബാങ്കുകളും തകർന്നു പോന്നു. എന്ന് വെച്ചാൽ എനിക്കോ നിങ്ങൾക്കോ ഈ പറയുന്ന തകർന്ന 361 ബാങ്കിൽ, ഈ തകർന്ന 361 ബാങ്കുകളിൽ ഒരു ബാങ്കിൽ എനിക്കും നിങ്ങൾക്കും ഒക്കെ അക്കൗണ്ട് ഉണ്ടാകുന്നെന്ന് വിചാരിക്കുക, എനിക്ക് നിങ്ങൾക്കൊക്കെ പൈസ ഉണ്ടാകുന്ന വിചാരിക്കുക. ഈ ബാങ്ക് തകർന്നു പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എനിക്കും നിങ്ങൾക്കും, ഞാനും നിങ്ങളും ഇവിടെ നിക്ഷേപിച്ചിരുന്ന നമ്മുടെ പണം ഗോവിന്ദ ക്ലിയർ ആണ്, പോയി ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ ഈ ബാങ്കുകൾ തകർന്നു പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജനങ്ങളുടെ നിക്ഷേപം ഇവിടെ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ബാങ്കിങ് മേഖലയിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ലാണ്ടായി. അപ്പൊ 477 ബാങ്കുകൾ ഉണ്ടായിരുന്നത് 361 ബാങ്കുകൾ തകർന്ന് തരിപ്പണമാകുന്ന കൂട്ടുകാരെ.
എന്ന് വെച്ചാൽ ഇവിടെ ജനങ്ങളുടെ പണം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ഇനി നിങ്ങൾക്കോ എനിക്കോ 10 രൂപ കിട്ടിയ ബാങ്കിൽ കൊണ്ടുപോയി നമ്മൾ ഇടുവോ? ഓൾറെഡി ഇട്ട് കൈ പൊള്ളി ഇരിക്കുകയാണ്. ഇനി പൈസ ബാങ്കിൽ കൊണ്ടിടൂ? ഇടൂല. എന്ന് വെച്ചാൽ നമ്മുടെ പണം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, നമുക്ക് ബാങ്കിങ് മേഖലയിൽ ഉണ്ടായിരുന്ന വിശ്വാസം എന്ത് ചെയ്തു? ഇല്ലാണ്ടാവുകയും ചെയ്തു. അതാണ് പോയിന്റ്. അങ്ങനെ ഇല്ലാണ്ടായാൽ എന്താണ് അത് വരുത്തി വെക്കുന്ന പ്രത്യാഘാതം? ഇന്ത്യയിലെ സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റ് സാധ്യതകൾ അതില്ലാതാക്കും. നമുക്കൊരു 5 കൊല്ലം മുമ്പ് വരെ, ഒരു 3 കൊല്ലം മുമ്പ് വരെ നമ്മുടെ SB അക്കൗണ്ടിൽ പൈസ എന്ന് പറയുന്നത് എന്ത് പൈസയാണ്? നമ്മുടെ ചെലവ് കഴിച്ച് മിച്ചമുള്ള തുകയല്ലേ നമ്മൾ SB അക്കൗണ്ടിൽ ഇടുന്നത്? ആണോ അല്ലേ? കൂടാതെ ഈ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്. ഈ തിലകൻ ജയറാമിനോട് പറയുന്നത്, എടാ നിന്റെ അമ്മയുടെ കൈക്ക് പിടിച്ച് ഞാൻ ഈ സ്ഥലത്തോട്ട് വരുമ്പോൾ ഞങ്ങൾക്കൊന്നുമില്ലായിരുന്നു, ഒരു ട്രങ്ക് പെട്ടി ഉണ്ടായിരുന്നു നിന്റെ അമ്മയുടെ കയ്യിൽ, കിട്ടുന്നതെല്ലാം 1 അണ 2 അണ 10 പൈസ 30 പൈസ ഇതെല്ലാം നിന്റെ അമ്മ ആ ട്രങ്ക് പെട്ടിയുടെ അകത്ത് കൊണ്ടിടും. എടാ ഈ ട്രങ്ക് പെട്ടിക്കകത്ത് നിന്നാടാ കൊച്ചുതോമ ഈ കാണുന്ന 10-36 ഏക്കർ സ്ഥലം വാങ്ങിച്ചത്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, നമ്മുടെ ചെറിയ ചെറിയ നീക്കിയിരിപ്പുകളാണ്, ഈ ചെറിയ ചെറിയ സേവിങ്സുകളാണ് എന്തായി മാറുന്നത്? വളരെ വലിയ നിക്ഷേപങ്ങളായി മാറുന്നത്. കൂട്ടുകാരെ, ബാങ്കിങ്ങിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലാണ്ടായി. നിങ്ങളുടെ ചെറിയ ചെറിയ നീക്കിയിരിപ്പുകൾ നിങ്ങൾ ബാങ്കിൽ നിക്ഷേപിക്കാൻ, നിങ്ങൾ ബാങ്കിൽ ചെന്ന് സൂക്ഷിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലാതെയായി, അല്ലെങ്കിൽ ബാങ്ക് നിങ്ങൾക്ക് വിശ്വാസമില്ലാണ്ടായി. സ്വാഭാവികമായി ഇത് ഇന്ത്യയിലെ സേവിങ്സിനെയും ഇൻവെസ്റ്റ്മെന്റിനെയും ബാധിക്കും. കൂട്ടുകാരെ, തീർന്നില്ല. ഇന്ത്യയിലെ ഭൂരിഭാഗം ബാങ്കുകളും പ്രവർത്തിച്ചിരുന്നത് യൂണിറ്റ് ബാങ്കിങ് സംവിധാനമായിരുന്നു. അതെന്താണെന്നുള്ളത് നമുക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാൻ. കൂട്ടുകാരെ, പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ വയ്ക്കുന്നു. ബാങ്ക് നാഷണലൈസേഷനിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയിലെ ഭൂരിഭാഗം ബാങ്കുകളും നഗര കേന്ദ്രീകൃതമായിരുന്നു. അവർ നഗരങ്ങളിൽ മാത്രമാണ് പ്രവർത്തിച്ചിരുന്നത്. എന്ന് വെച്ചാൽ അവർ, ശ്രദ്ധിക്കണേ കൂട്ടുകാരെ, ലോൺ കൊടുത്തിരുന്നത് സ്വാധീനമുള്ള വ്യക്തികൾക്കും വലിയ വ്യവസായശാലകൾക്കും മാത്രമായിരുന്നു. 50കളിൽ ഇന്ത്യയിലെ ബാങ്കിങ് മേഖല മുഴുവനായി നൽകിക്കൊണ്ടിരുന്ന ലോണിന്റെ, അതായത് അവർ ആകെ മൊത്തം കൊടുത്തിരുന്ന ലോണിന്റെ വെറും 2.3% കാർഷിക മേഖലയ്ക്ക് കൊടുത്തിരുന്നത്. എന്നാൽ 67 ആകുമ്പോഴേക്കും അത് 2.2% എന്ത് ചെയ്യുന്നു? കുറയുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങൾക്കും ബാങ്കിങ് സേവനങ്ങൾ ലഭ്യമായിരുന്നില്ല. ഭൂരിപക്ഷം ജനങ്ങളും സ്വകാര്യ പണമിടപാടുകാരെ ആശ്രയിക്കുകയും സ്വകാര്യ പണമിടപാടുകാർ അവരെ ചരച്ചിഞ്ച പരുമമാകുകയും ചെയ്തു. കൂട്ടുകാരെ, സ്വകാര്യ പണമിടപാടുകാർ എന്താ പറയാ, അവർ ഈ പാവപ്പെട്ട വ്യക്തികളെ ചൂഷണത്തിന് വിധേയരാക്കുകയും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാക്കാത്തതിനാൽ ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനോ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറുന്നതിനോ കൂട്ടുകാർ എന്ത് ചെയ്തിട്ടില്ല? സാധിച്ചിട്ടില്ല. ജനങ്ങൾ ദാരിദ്ര്യത്തിൽ തുടരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് മെച്ചപ്പെട്ട ബാങ്കിങ് സേവനങ്ങൾ ലഭിക്കാത്തതാണ്. 50 മുതൽ 67 വരെയുള്ള കാലയളവിൽ 477 ബാങ്കുകളിൽ 361 ബാങ്കുകൾ തകർന്ന് തരിപ്പണമാകുന്നു. കൂട്ടുകാരെ, വളരെ വ്യക്തമായി മനസ്സിലാക്കുക. 361 ബാങ്കുകളും തകർന്നു പോയി എന്ന് പറഞ്ഞാൽ ഇവിടെ ജനങ്ങൾ വിശ്വസിച്ചേൽപ്പിച്ചിരുന്ന അവരുടെ പണം നഷ്ടപ്പെട്ടു. അത് മാത്രമല്ല, അവർക്ക് ബാങ്കിങ് മേഖലയിൽ വിശ്വാസമില്ലാണ്ടായി. ഇത് ഇന്ത്യയിലെ സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റ് സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കും. അത് ഒരു സംശയവും വേണ്ട. കൂട്ടുകാരെ, ഇന്ത്യയിലെ ഭൂരിഭാഗം സ്വകാര്യ ബാങ്കുകളും അനുവർത്തിച്ചിരുന്നത് യൂണിറ്റ് ബാങ്കിങ് സമ്പ്രദായമായിരുന്നു. എന്താണ് യൂണിറ്റ് ബാങ്ക്? ഞാനോ നിങ്ങളോ, പൈസയുള്ള ഞങ്ങളും നിങ്ങളും, ഓക്കെ, നമ്മൾ ഒരുമിച്ച് ഒരു ബാങ്ക് തുടങ്ങുന്നു. ഈ ബാങ്ക് തുടങ്ങുന്നത് ഒരു നഗര ഹൃദയ ഭാഗത്താണ്. ഞങ്ങൾ തുടങ്ങാൻ പോകുന്ന ബാങ്കിന്, അല്ലെങ്കിൽ നമ്മൾ തുടങ്ങുന്ന ഈ ബാങ്കിന് വേറൊരിടത്തും ബ്രാഞ്ച് ഇല്ല. ഈ തിരുവനന്തപുരം നഗരത്തിന്റെ കിഴക്കേക്കോട്ട, ദ ഹാർട്ട് ഓഫ് ഈസ്റ്റ് ഫോർട്ട്, അല്ലെ, കിഴക്കേക്കോട്ട നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നമ്മൾ ഒരു ബാങ്ക് തുടങ്ങാണ്. വേറൊരിടത്തും ബ്രാഞ്ച് ഇല്ല. അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളെയാണ് നമ്മൾ യൂണിറ്റ് ബാങ്കുകൾ എന്ന് വിളിക്കുന്നത്. ഇത്തരം ബാങ്കുകൾ എവിടെയാണോ, പ്രധാനമായും നഗരങ്ങളിലാണ് അത് ആരംഭിക്കുന്നത്. ആ നഗരങ്ങളിൽ ഇത് എവിടെയാണോ തുടങ്ങുന്നത് അവിടെ മാത്രം പ്രവർത്തിക്കുന്നു. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, അവിടെ മാത്രം അതിന് ഓഫീസ്, വേറെ ഒരിടത്തും അതിനെന്തില്ല? ബ്രാഞ്ച് ഇല്ല. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, ഇത്തരം സ്വകാര്യ ബാങ്കുകൾ, ഇനി അത്തരത്തിൽ ഞാനും നിങ്ങളും ഒക്കെ തുടങ്ങുന്ന ഇത്തരത്തിലുള്ള ബാങ്കുകൾ ആർക്ക് മാത്രമായിരിക്കും കൂടുതൽ ലോൺ കൊടുക്കുന്നത്? വലിയ വ്യവസായശാലകൾക്കും സ്വാധീനമുള്ള വ്യക്തികളും. കാരണം നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറല്ല. ഇവിടെ മാത്രമേ, അതായത് കിഴക്കേക്കോട്ടയിൽ ഹൃദയഭാഗത്ത് മാത്രമേ നമുക്ക് എന്തുള്ളൂ? നമുക്ക് ഓഫീസ്, സ്ഥാപനമുള്ളൂ. വേറൊരിടത്തും ബ്രാഞ്ച് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണഗതിയിൽ റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. അത്യാവശ്യം പൈസ ഉള്ളവർക്കും സ്വാധീനമുള്ള വ്യക്തികൾക്കും മാത്രമേ നമ്മൾ ലോൺ കൊടുക്കാൻ താല്പര്യപ്പെടുന്നുള്ളൂ. ഇനി ഇത്തരം ബാങ്കുകൾ എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് ആ പ്രദേശങ്ങളിൽ പ്രകൃതി ദുരന്തമോ പകർച്ചവ്യാധിയോ വിളനാശമോ സംഭവിക്കുകയാണെങ്കിൽ ലോൺ തിരിച്ചടവിനെ പ്രതികൂലമായി ബാധിക്കുകയും ബാങ്കുകൾ തകരുന്നതിന് കാരണമാകുകയും ചെയ്യുന്നു. വളരെ വലിയൊരു ഫാക്റ്റാണ് കൂട്ടുകാരെ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ പുതുതായിട്ട് ആരംഭിച്ച ബാങ്ക്, ഇത് സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ ഒരു പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ വിളനാശം
അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെയുള്ള ജനങ്ങളുടെ സാമ്പത്തിക നില ബുദ്ധിമുട്ടിലായി, അല്ലെങ്കിൽ അവരെ സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി, കൂട്ടുകാരെ സ്വാഭാവികമായി ആ നാട്ടുകാര് എന്റെ കയ്യിൽ നിന്നും എന്റെ ബാങ്കിൽ നിന്നും ലോൺ എടുത്തിട്ടുണ്ടാവും. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ തിരിച്ചടവ് ബാധിക്കും. അതായത് അവരുടെ സാമ്പത്തിക അവസ്ഥ പ്രതികൂലമായി ബാധിക്കുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ, ഒരു പകർച്ചവ്യാധി, ഒരു വിളനാശം, ഒരു പ്രകൃതി ദുരന്തം ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ആദ്യം ഉണ്ണാനുള്ള വഴി നോക്കിയിട്ടല്ലേ നിങ്ങൾ ലോണിന്റെ EMI അടയ്ക്കൂ? അതോ ആദ്യം ലോണിന്റെ EMI അടച്ചിട്ടാണോ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ റേഷൻ കടയിൽ നിന്ന് റേഷനറി വാങ്ങാൻ പോകുന്നത്? ആദ്യം ഉണ്ണാനുള്ള വഴി, എന്നിട്ടേ EMI അടയ്ക്കുള്ളൂ. കൂട്ടുകാരെ, നിങ്ങളുടെ സാമ്പത്തിക നില തകർന്ന് തരിപ്പണമായി നിങ്ങൾ പിന്നെ എങ്ങനെ എടുത്ത ലോണിന്റെ EMI അടയ്ക്കും? ലോൺ തിരിച്ചടവ് മുടങ്ങും. അങ്ങനെ തിരിച്ചടവ് മുടങ്ങിയാൽ എന്റെ ബാങ്ക് തകർന്നു. കാരണം ഇത് അവിടെ മാത്രം പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ്, വേറൊരിടത്തും ബ്രാഞ്ച് ഇല്ല, നമുക്ക് റോൾ ചെയ്യാൻ വേറെ പൈസയില്ല. മാത്രമല്ല, നിങ്ങൾ ഇന്ന് ലോൺ തിരിച്ചടവ് മുടക്കി, നാളെ നിങ്ങളുടെ വസ്തു ജപ്തി ചെയ്യാൻ പറ്റുന്നില്ല. അതിനൊരു ഒരു കാല താമസമുണ്ട്. മിനിമം ഒരു 6 മാസമെങ്കിലും ടൈം ഗ്യാപ്പ് വേണ്ടി വരും നിങ്ങളുടെ വസ്തുവകൾ വിറ്റ് ഈടാക്കി നിങ്ങളിൽ നിന്ന് ലോൺ തിരിച്ചു പിടിക്കുന്നതിന്. അപ്പൊ ഈ 6 മാസ കാലയളവിൽ ബാങ്കിന് മുന്നോട്ട് പോകണ്ടേ? അതിനിടയിൽ വേറെ ആരെങ്കിലും വന്ന് ലോൺ ചോദിച്ചാൽ കൊടുക്കണ്ടേ? നിക്ഷേപകർ അവരുടെ പണം തിരികെ ആവശ്യപ്പെട്ടാൽ കൊടുക്കണ്ടേ? അപ്പോൾ ലോൺ തിരിച്ചടവ് മുടങ്ങിക്കഴിഞ്ഞാൽ യൂണിറ്റ് ബാങ്കിനെ സംബന്ധിച്ച് അത് തകർന്ന് തരിപ്പണം കൂട്ടുകാരെ. അവസാനമായി ചില ബാങ്കുകൾ, ഇപ്പൊ ഞാൻ കിഴക്കേക്കോട്ട തുടങ്ങിയ ആ ബാങ്ക്, അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെയുള്ള ജനങ്ങൾക്ക് ലോൺ മാത്രം മതി. അവിടെ ലോൺ മാത്രം മതിയെന്ന്. അവിടെ ഈ പറഞ്ഞതുപോലെ നാട്ടുകാർ ആരും എന്റെ ബാങ്കിലേക്ക് വരുന്നത് ഒരു രൂപ പോലും നിക്ഷേപിക്കാനല്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എവിടെ നിന്നാണ് ഈ ബാങ്കുകൾ ലോൺ കൊടുക്കുന്നത്? നിക്ഷേപങ്ങളിൽ നിന്നല്ലേ ലോൺ കൊടുക്കുന്നത്. നിങ്ങൾ ബാങ്കിൽ എന്ത് ചെയ്യുന്നു? പണം നിക്ഷേപിക്കുന്നു. ഈ നിക്ഷേപത്തിന്റെ ഒരു ഭാഗം എന്ത് ചെയ്യുന്നു? കരുതൽ ധനമായി നീക്കി വെച്ച് ബാക്കി വരുന്ന തുക എന്ത് ചെയ്യുന്നു? ലോണായി കൊടുക്കുന്നു. ഇങ്ങനെ ലോൺ കൊടുത്ത് എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞത് കൂടിയ പലിശ, ഇപ്പം 10 പേര് എന്റെ ബാങ്കിൽ 10,000 രൂപ വെച്ച് നിക്ഷേപിക്കുന്നു, 1 ലക്ഷം രൂപ ബാങ്ക് സമാഹരിക്കുന്നു. ആ 1 ലക്ഷം രൂപയ്ക്ക് അവർക്കൊരു 4% ഇൻട്രസ്റ്റ് അവർക്ക് കൊടുക്കുന്നു. ഇനി ഈ 1 ലക്ഷം രൂപയിൽ ഒരു 10,000 രൂപ കരുതൽ തന്നെ നീക്കി വെച്ചിട്ട് ബാക്കി 90,000 രൂപ ആവശ്യക്കാർക്ക് ലോൺ കൊടുക്കുന്നു. ലോൺ കൊടുക്കുന്നത് ഞാൻ ഒരു പക്ഷെ ഒരു 8%, 8.5% ആയിരിക്കും. കൂട്ടുകാരെ, ഈ വ്യത്യാസമാണ് എന്നെ സംബന്ധിച്ച് ലാഭം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ പണം വർദ്ധിപ്പിക്കുന്നത്. കൂട്ടുകാരെ, എന്റെ കയ്യിൽ നിക്ഷേപമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ നിന്നെടുത്ത് ലോൺ കൊടുക്കും? എന്റെ ബ്രാഞ്ച് ഒരു ലോൺ സെന്റർ ആയി പോയി. യൂണിറ്റ് ബാങ്ക് തകർന്ന് തരിപ്പണമാകും കൂട്ടുകാരെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ ലോൺ സെന്റർ ആയിരിക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് ഡിപ്പോസിറ്റ് സെന്റർ ആയി തുടങ്ങുന്നത്. ഫോർ എക്സാമ്പിൾ, കിഴക്കേക്കോട്ട ബ്രാഞ്ച്, അവിടെ ജനങ്ങൾ, അതായത് നാട്ടുകാർ എന്റെ ബ്രാഞ്ചിലേക്ക് വരുന്നത് ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഒരു കുഞ്ഞുങ്ങൾക്ക് ലോൺ വേണ്ട. അവിടെ ആർക്കും ലോൺ വേണ്ട. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഡിപ്പോസിറ്റ് സെന്റർ മാത്രമായി ഒരു ബാങ്കിന് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഒരു മനുഷ്യ കുഞ്ഞിന് ലോൺ വേണ്ട. നിങ്ങൾ നിക്ഷേപകർക്ക്, നിങ്ങൾ ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നു, അതിന് നിങ്ങൾക്ക് പലിശ തരണ്ടേ? എവിടെ നിന്നെടുത്ത് പലിശ തരും? ഈ നിക്ഷേപം അതിൽ കരുതൽ ധനം നീക്കി വെച്ചിട്ട് ബാക്കി തുക ലോൺ കൊടുത്ത്, കൂടിയ പലിശ നിരക്കിൽ ലോൺ കൊടുത്ത്, ആ വ്യത്യാസം എടുത്താണ് എന്ത് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ നിക്ഷേപത്തിന് പലിശ തരുന്നത്. എന്നാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ആർക്കും ലോൺ വേണ്ട. അപ്പൊ നിങ്ങളുടെ നിക്ഷേപകർക്ക് ഞാൻ എവിടെ നിന്നെടുത്ത് പലിശ തരും? നിങ്ങൾ തന്ന നിക്ഷേപം, അതായത് മുതലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് തരേണ്ടി വരും? പലിശ തരേണ്ടി വരും. ഇത് ഒരു കുറെ കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങളുടെ മുതൽ തീരും. പിന്നെ നിങ്ങളെ മുതൽ തിരിച്ചാവശ്യപ്പെട്ട എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും? എനിക്ക് കൈമലർത്തേണ്ടി വരും. അപ്പോൾ ഒരു യൂണിറ്റ് ബാങ്കിന് ഒരു ലോൺ സെന്ററോ ഡിപ്പോസിറ്റ് സെന്ററോ മാത്രമായി തുടരുകയാണെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. അത് തകർന്ന് തരിപ്പണമാകും കൂട്ടുകാരെ. അപ്പൊ യൂണിറ്റ് ബാങ്കിന്റെ പ്രത്യേകത എന്താണ്? ഇത് എവിടെയാണോ തുടങ്ങുന്നത്, കൂടുതലും നഗരങ്ങളിലാണ്, അത് അവിടെ മാത്രമേ സ്ഥിതി ചെയ്യുന്നുള്ളൂ, വേറൊരിടത്തും ബ്രാഞ്ച് ഉണ്ടാവില്ല. ഇത് കൂടുതലും കൊടുക്കുന്നത് വലിയ സ്വാധീനമുള്ള വ്യക്തികൾക്കും വ്യവസായശാലകൾക്കും മാത്രമായിരിക്കും. ഇത്തരം ബാങ്കുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ ജനങ്ങളുടെ ലോൺ തിരിച്ചടവ് മുടങ്ങുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ, സാമ്പത്തിക നില തകരാറിലായാൽ, അവരുടെ സ്ഥലത്ത് പ്രകൃതി ദുരന്തമോ വെള്ളനാശമോ പകർച്ചവ്യാധിയോ ഉണ്ടായാൽ അവർ ലോൺ തിരിച്ചടക്കില്ല. തിരിച്ചടച്ചില്ലെങ്കിൽ സ്വാഭാവികമായി ഈ ബാങ്കിന്റെ അവസ്ഥ പ്രതികൂലമായി ബാധിക്കുന്നതാണ്, അല്ലെങ്കിൽ തകരുന്നതാണ്. ഇനി ഈ ബാങ്കുകൾ, അതായത് യൂണിറ്റ് ബാങ്കുകൾ ലോൺ സെന്റർ മാത്രമായോ ഒരു മനുഷ്യ കുഞ്ഞുങ്ങൾക്കും അവിടെ ഡിപ്പോസിറ്റ് ചെയ്യാൻ താല്പര്യമില്ല. എവിടെ നിന്നെടുത്ത് ലോൺ കൊടുക്കും? ആ ബാങ്ക് തകർന്നു പോകും. ഡിപ്പോസിറ്റ് സെന്റർ മാത്രമായി തുടരുകയാണെങ്കിൽ അവർക്ക് ആർക്കും ലോൺ വേണ്ട, ആ ബാങ്ക് തകർന്നു പോകും. അങ്ങനെ ഒരു ബാങ്ക്
ഡിപ്പോസിറ്റ് സെന്ററോ ലോൺ സെന്ററോ മാത്രമായി തുടരുകയാണെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും? അത് വളർച്ചയ്ക്ക് ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ അത് തടസ്സം നിൽക്കും. ഇനി ബ്രാഞ്ച് ബാങ്കിങ്ങിലേക്ക് പോകാൻ കൂട്ടുകാർ, എന്താണ് ബ്രാഞ്ച് ബാങ്കിങ്? നിങ്ങൾക്കറിയാം SBI, കാനറ ബാങ്ക് രാജ്യമൊട്ടാകെ ബ്രാഞ്ചുകൾ എന്ത് ചെയ്യുന്നു? വ്യാപിപ്പിച്ച് ബാങ്കിങ് സേവനങ്ങൾ കൂടുതൽ വ്യക്തികൾക്ക് ലഭ്യമാകുന്നു. രാജ്യമൊട്ടാകെ അതിന് ബ്രാഞ്ചുകളുണ്ട്. രാജ്യമൊട്ടാകെ ബ്രാഞ്ചുകൾ വ്യാപിപ്പിച്ച് കൂടുതൽ വ്യക്തികൾക്ക് എന്ത് ചെയ്യുന്നു? ബാങ്കിങ് സേവനങ്ങൾ ലഭ്യമാക്കുന്നു. അത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഇത്തരം ബാങ്കുകൾ വ്യവസായശാലകൾക്കും മറ്റ് കർഷകർക്കും ലോൺ നൽകുന്നു. ഇത് ഈ പറഞ്ഞതുപോലെ ഒരു കുറച്ച് സ്ഥാപനങ്ങൾക്കും അല്ലെങ്കിൽ കുറച്ച് വ്യക്തികൾക്ക് മാത്രമല്ല, കൂടുതൽ വ്യക്തികൾക്ക്, അതായത് കൂടുതൽ ആൾക്കാർ അവിടെ അക്കൗണ്ട് തുടങ്ങാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായും കൂടുതൽ വ്യക്തികൾക്ക് ലോൺ കൊടുക്കാൻ അവർ പരിശ്രമിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങളോ വിളനാശമോ പകർച്ചവ്യാധിയോ സംഭവിക്കുകയാണെങ്കിൽ പോലും ലോൺ തിരിച്ചടവ് എല്ലാ ബ്രാഞ്ചുകളെയും ഒരുപോലെ എന്ത് ചെയ്യുന്നില്ല? ബാധിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രത്യേക സ്ഥലത്ത്, ഫോർ എക്സാമ്പിൾ തിരുവനന്തപുരം ജില്ലയെ പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ആ ജില്ലയിലെ ബാങ്കുകളെ മാത്രമേ ബാധിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ബ്രാഞ്ചുകളെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. ഇപ്പൊ SBIക്ക് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല ബ്രാഞ്ചുകൾ ഉള്ളത്, ഇന്ത്യ മുഴുവൻ ബ്രാഞ്ചുകളുണ്ട്. അപ്പോ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് ജനങ്ങളുടെ ലോണ് തിരിച്ചടവ് പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പകർച്ചവ്യാധിയോ വിളനാശമോ ഉണ്ടായാൽ പോലും ആ ബ്രാഞ്ചുകൾക്ക് ഒരുപക്ഷെ ഒരു ബുദ്ധിമുട്ടുണ്ടായാലും ബാങ്ക് മൊത്തത്തിൽ എന്ത് ചെയ്യുന്നില്ല? തകരുന്നില്ല. എല്ലായിടത്തും ഒരുപോലെ വിളനാശം സംഭവിക്കുന്നില്ല. എല്ലായിടത്തും ഒരുപോലെ എല്ലാ ജനങ്ങളുടെയും സാമ്പത്തിക നില തകരാറിലാകുന്നില്ല. എല്ലായിടത്തും ഒരുപോലെ എല്ലാ ജനങ്ങളുടെയും എന്ത് ചെയ്യുന്നില്ല? ഈ പറഞ്ഞതുപോലെ അവരിൽ പകർച്ചവ്യാധിയോ പ്രകൃതി ദുരന്തമോ ഉണ്ടാകുന്നില്ല. എല്ലാവരും ഒരുപോലെ ലോൺ തിരിച്ചടവ് മുടക്കുന്നില്ല. സ്വാഭാവികമായും ചില ബ്രാഞ്ചുകൾ തകർന്നേക്കാം, പക്ഷെ ബാങ്കുകൾ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നില്ല? തകരില്ല. ബ്രാഞ്ചും തകരില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം അവർക്ക് റോൾ ചെയ്യാൻ പണമുണ്ട്. ഇപ്പോ ഈ പറഞ്ഞതുപോലെ ഒരു ബ്രാഞ്ചിന് ഇപ്പൊ താൽക്കാലികമായി അവിടെയുള്ള ജനങ്ങൾ ലോൺ തിരിച്ചടയ്ക്കുന്നില്ല. അപ്പോ ബ്രാഞ്ച് ഈ പറഞ്ഞതുപോലെ ഈ ലോൺ തിരിച്ചടവ് മുടങ്ങിയവരുടെ വസ്തുവകൾ ജപ്ത് ചെയ്ത് എന്ത് ചെയ്യും? പൈസ വസൂലാക്കാൻ പറ്റും. പക്ഷെ അതിനോട് സമയമെടുക്കും. ഈ പരിധിക്കുള്ളിൽ, അതായത് ഒരു 6 മാസം സമയം എടുക്കുകയാണെങ്കിൽ ഈ സമയത്തിൽ വേറെ പണം റോൾ ചെയ്യാൻ ബാങ്കിന് പറ്റിയാൽ ആ ബാങ്ക് എന്ത് ചെയ്യില്ല? തകരില്ല. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ബ്രാഞ്ച് ബാങ്കിന് ചില ബ്രാഞ്ചുകൾ തകർന്നാലും ആ തകർന്ന ബ്രാഞ്ചുകൾക്ക് മറ്റിടങ്ങളിൽ നിന്നും റോൾ ചെയ്യാനായിട്ട് എന്തുണ്ടാവും? ഒരു സമയവും സാഹചര്യം ഉണ്ടാവും. ഇനി അടുത്തത്, ചില ബ്രാഞ്ചുകൾ ലോൺ സെന്ററോ ഡിപ്പോസിറ്റ് സെന്ററോ മാത്രമായി തുടരുകയാണെങ്കിൽ പോലും ദീർഘകാല അടിസ്ഥാനത്തിൽ ബാങ്കിന്റെ വളർച്ചയ്ക്ക് ഇത് തടസ്സം വന്നില്ല. ഒരു കൂട്ടരെ ഇപ്പൊ SBIയുടെ കാട്ടാക്കട ബ്രാഞ്ച് എന്ന് പറയുന്നത് ഒരു ലോൺ സെന്റർ ആണ്. അവിടെ ആർക്കും എന്ത് വേണ്ട? ഡിപ്പോസിറ്റ് ചെയ്യാൻ അവരുടെ ആരും പൈസയില്ല. ഒരു ഡിപ്പോസിറ്റ് ചെയ്യാൻ ആരും വരുന്നില്ല. എന്നാൽ SBIയുടെ തമ്മാനൂർ ബ്രാഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞതുപോലെ ഡിപ്പോസിറ്റ് സെന്റർ ആണ്. അവിടെ എല്ലാവരും വരുന്നത് പണം ഡിപ്പോസിറ്റ് ചെയ്യാനാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, SBIയെ സംബന്ധിച്ച് ഇതൊരു വിഷയമുള്ള കാര്യമില്ല. SBI എന്ത് ചെയ്യും? ഈ പറഞ്ഞ പോലെ തമ്പാനൂർ ബ്രാഞ്ചിൽ നിന്നുള്ള ഡിപ്പോസിറ്റ് എടുത്ത് കാട്ടാക്കടക്കാർക്ക് എന്ത് കൊടുക്കും? ലോൺ കൊടുക്കും. കാട്ടാക്കടക്കാർ തരുന്ന പലിശ എടുത്ത് തമ്പാനൂർ ബ്രാഞ്ചിലെ ഡിപ്പോസിറ്റിന് എന്തും കൊടുക്കും, തിരിച്ച് പലിശയും കൊടുക്കും. അപ്പൊ ഒരു വിഷയമുള്ള കാര്യമില്ല കൂട്ടുകാരെ. ഒരു ലോൺ സെന്ററോ ഡിപ്പോസിറ്റ് സെന്ററോ മാത്രമായി ഈ ചില ബ്രാഞ്ചുകൾ ഒതുങ്ങിയാൽ പോലും ബാങ്കിനെ അതെന്ത് ചെയ്യുന്നില്ല? ബാധിക്കുന്ന കാര്യമില്ല. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇപ്പോൾ ചില ബ്രാഞ്ചുകൾ ലോൺ സെന്റർ ആയിരിക്കും, ചില ബ്രാഞ്ചുകൾ ഡെപ്പോസിറ്റ് സെന്റർ ആയിരിക്കും. അവരെന്ത് ചെയ്യും? ഈ ഡെപ്പോസിറ്റ് സെന്ററിൽ നിന്ന് ഡിപ്പോസിറ്റ് എടുത്ത് ലോൺ സെന്ററിൽ ആവശ്യമുള്ള ലോൺ കൊടുക്കും. ഈ പലിശ ഉപയോഗിച്ച് ഡിപ്പോസിറ്റുകാർക്ക് എന്തും കൊടുക്കും, പലിശയും കൊടുക്കും. കൂട്ടുകാരെ, അപ്പോൾ ബ്രാഞ്ച് ബാങ്കിന്റെ പ്രത്യേകത, രാജ്യമൊട്ടാകെ ബ്രാഞ്ചുകൾ വ്യാപിച്ച് പ്രവർത്തിക്കുന്നു. എല്ലാ ജനങ്ങൾക്കും ലോൺ കൊടുക്കാൻ അവർ പരിശ്രമിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങളോ വിളനാശമോ പകർച്ചവ്യാധിയോ സംഭവിക്കുകയാണെങ്കിൽ പോലും ലോൺ തിരിച്ചടവ് എല്ലാ ബ്രാഞ്ചുകളെയും ഒരുപോലെ ബാധിക്കുന്നില്ല. എന്ന് വെച്ചാൽ ചില ബ്രാഞ്ചുകൾ തകർന്നു പോയാലും ബാങ്ക് മൊത്തത്തിൽ തകരുന്നില്ല. ചില ബ്രാഞ്ചുകൾ ലോൺ സെന്ററോ ഡിപ്പോസിറ്റ് സെന്ററോ മാത്രമായി തുടരുകയാണെങ്കിൽ പോലും ദീർഘകാല അടിസ്ഥാനത്തിൽ ബാങ്കിന്റെ വളർച്ചയെ അതെന്ത് ചെയ്യുന്നില്ല? ഒരു കാരണവശാലും പ്രതികൂലമായി ബാധിക്കുന്നില്ല. ഇന്ത്യയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് ബ്രാഞ്ച് ബാങ്കിങ് ആണ്. ഇതിലേക്ക് നമ്മെ നയിച്ചത് ബാങ്ക് നാഷണലൈസേഷൻ ആണ്. കൂട്ടുകാരെ, അപ്പോൾ ഒരു കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്നത് യൂണിറ്റ് ബാങ്കിങ് സമ്പ്രദായമായിരുന്നു. പക്ഷെ അറ്റ് പ്രസന്റ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ബ്രാഞ്ച് ബാങ്കിങ് ആണ്. ബ്രാഞ്ച് ബാങ്കിങ്ങിലേക്ക് നയിച്ചത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്ക് നാഷണലൈസേഷൻ ആണ്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, ബാങ്ക് നാഷണലൈസേഷന്റെ നേട്ടങ്ങളിലേക്ക് നമ്മൾ പോയാൽ ഇന്ത്യയിൽ ഉടനീളം ബ്രാഞ്ചുകൾ വ്യാപിപ്പിക്കാൻ സാധിച്ചു. ബ്രാഞ്ച് ബാങ്കിങ്ങിന്റെ, അതായത് ബാങ്ക് നാഷണലൈസേഷൻ ശേഷം ഇന്ത്യയിൽ ഉടനീളം ബ്രാഞ്ചുകൾ വ്യാപിപ്പിക്കാൻ സാധിച്ചു. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ബ്രാഞ്ചുകൾ വ്യാപിപ്പിച്ചതോടുകൂടി കൂടുതൽ വ്യക്തികൾക്ക് ബാങ്കിങ് സേവനങ്ങൾ ലഭ്യമായി. കൂടുതൽ വ്യക്തികൾക്ക് ബാങ്കിങ് സേവനം ലഭ്യമായി. ഇന്ന് ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് നിലവിലുണ്ട്. ഇതിന് കാരണമായതാകട്ടെ ബ്രാഞ്ചുകൾ വ്യാപിപ്പിച്ചതും സീറോ ബാലൻസ് അക്കൗണ്ട്, ജൻധൻ അക്കൗണ്ട് തുടങ്ങിയവയുടെ പ്രോത്സാഹനം. കൂട്ടുകാരെ,
ഇപ്പൊ എന്റെ അപ്പൂപ്പനും അമ്മൂമ്മയും അവർക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം. അവരുടെ വീട്ടിനടുത്ത് ഒരു പൊതുമേഖലാ ബാങ്ക് ഉണ്ടെങ്കിൽ അവര് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. നേരെ മറിച്ച് അവര് ബസ് കയറി 10-15 കിലോമീറ്റർ യാത്ര ചെയ്ത് തിരുവനന്തപുരം മെയിൻ സിറ്റിയിൽ ഈ പറയുന്ന മഴയത്തും വെയിലത്ത് സ്റ്റെപ്പ് കയറി ഇപ്പൊ മുകളിലത്തെ നിലയിൽ സ്ഥിതി ചെയ്യുന്ന ബാങ്കിൽ പോയി ഒരു അക്കൗണ്ട് തുടങ്ങണം എന്ന് പറഞ്ഞാൽ സാധ്യത കുറവാണ്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തേക്ക് ഒരു 4 കിലോമീറ്റർ കൂടുമ്പോൾ ഒരു പൊതുമേഖലാ ബാങ്ക് ഉണ്ട് എന്ന രീതിയിൽ ഒക്കെ എന്ത് ചെയ്തു, ബ്രാഞ്ചുകൾ വ്യാപിപ്പിച്ചതോടുകൂടി എല്ലാ ജനങ്ങളും അക്കൗണ്ടുകൾ തുടങ്ങാനായിട്ട് മുന്നോട്ട് വന്നു. മാത്രമല്ല സീറോ ബാലൻസ് അക്കൗണ്ട്, നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിലും എന്ത് തുടങ്ങാം, ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം. ജൻധൻ അക്കൗണ്ട് പോലെയുള്ളവ പ്രോത്സാഹിപ്പിച്ചതും ഒക്കെ എന്ത് ചെയ്തു, ഇതിന് വലിയ കാരണമായി. കർഷകർക്കും മറ്റ് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമായതോടുകൂടി ഇടനിലക്കാരുടെ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും ജീവന നിലവാരം മെച്ചപ്പെടുകയും കൂടുതൽ വ്യക്തികൾ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ സാധിക്കുകയും ചെയ്തു. കൂട്ടുകാരെ ശ്രദ്ധിക്കാമോ, കർഷകർക്ക് ഇപ്പൊ 4% പലിശ നിരക്കിൽ വായ്പ ലഭ്യമാണ് എന്ന് വെച്ചാൽ 133 പൈസ. 1 ലക്ഷം രൂപയ്ക്ക് 4000 രൂപ അവർ ഒരു വർഷം പലിശ കൊടുത്താൽ മതി. നേരെ മറിച്ച് പിള്ളേച്ചന്റെ കയ്യിൽ നിന്ന് 105 രൂപ പലിശ നിരക്കിൽ എടുത്താൽ പോലും 60% ആണെന്ന് ഓർക്കണം. ഒരു വർഷമാകുമ്പോൾ 60,000 രൂപ പലിശ കൊടുക്കണം. 60,000 രൂപ പലിശ എവിടെ കിടക്കുന്നു, 4,000 രൂപ പലിശ എവിടെ കിടക്കുന്നു. അവർക്ക് 4 കിലോമീറ്റർ കൂടുമ്പോൾ നിങ്ങളുടെ വീടിനടുത്ത് ഒരു പൊതുമേഖലാ ബാങ്ക് ഉണ്ട്. കർഷകർക്ക് സുഖമാണ്. കൂട്ടുകാരെ, അവിടെ ചെന്ന് ലോൺ എടുത്താൽ മതി. 4% പലിശ നിരക്കിൽ അവർക്ക് ലോൺ ലഭ്യമാണ്. മാത്രമല്ല ഈ ബാങ്കുകൾക്ക് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്, അതായത് കാർഷിക മേഖലയ്ക്ക് ഇത്ര ശതമാനം ലോൺ കൊടുക്കണം നിർബന്ധമുണ്ട്. ഇതൊക്കെ വ്യാപിപ്പിച്ചതോടുകൂടി കർഷകർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമായി. മാത്രമല്ല അങ്ങനെ വായ്പ ലഭ്യമായതോടുകൂടി അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും കൂട്ടുകാരെ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറുന്നതിനൊക്കെ അവർക്ക് എന്തായി, ഇതൊരു പ്രോത്സാഹനമായി. ശ്രദ്ധിക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത, ബാങ്കിങ് മേഖലയിൽ ജനങ്ങൾക്ക് വിശ്വാസം വർദ്ധിച്ചു. ഇന്ന് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ബാങ്ക് തകരുന്നതോലെ, ഒരു പൊതുമേഖലാ ബാങ്ക് തകർന്നെന്നോ തകർച്ചയിലേക്കാണെന്നോ ലാഭം കുറഞ്ഞെന്നോ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ജനങ്ങൾക്ക് സ്വാഭാവികമായും ബാങ്കിലേക്ക് പണം നിക്ഷേപിക്കുന്നതിന് വിശ്വാസം വർദ്ധിപ്പിക്കും. ഇന്ന് നമ്മൾ വീട്ടിൽ 10 ലക്ഷം രൂപ വെക്കുന്നതിനേക്കാൾ നമ്മളെ സംബന്ധിച്ച് കൂടുതൽ സേഫ് എന്ന് പറയുന്നത് ബാങ്കിൽ കൊണ്ടുപോയി പണം ഇടുന്നതാണ്. അപ്പോൾ ബാങ്കിങ് മേഖലയിൽ ജനങ്ങൾക്ക് വിശ്വാസം വർദ്ധിച്ചു. ഇത് ഇന്ത്യയിലെ സേവിങ്സ് സ്കോപ്പ്, ഇൻവെസ്റ്റ്മെന്റ് സാധ്യതകൾ വളരുന്നതിന് കാരണമായി. കൂട്ടുകാരെ, കേന്ദ്ര സംസ്ഥാന സർക്കാർ പദ്ധതികളുടെ വിഹിതം നേരിട്ട് ജനങ്ങളുടെ അക്കൗണ്ടിൽ എത്തിക്കുന്നതിന് കാരണമായി. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേന്ദ്ര സംസ്ഥാന സർക്കാർ പദ്ധതികളുടെ വിഹിതം നേരിട്ട് ജനങ്ങളുടെ അക്കൗണ്ടിൽ എത്തിക്കുന്നതിന് കാരണമായി. കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാർ പദ്ധതികളുടെ നടത്തിപ്പിൽ സുതാര്യത ഉറപ്പുവരുത്താൻ പറ്റി. എന്താണ് ഈ സുതാര്യത കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്ന്, ഇത്തരം പദ്ധതികൾ ഈ പറഞ്ഞതുപോലെ നേരിട്ട് ജനങ്ങളുടെ അക്കൗണ്ടിൽ എത്തുന്നതിന് ഇത് കാരണമായി. മുമ്പ് ഡൽഹിയിൽ നിന്നും 1000 രൂപ കാർത്തിയായനി അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് സർക്കാർ തീരുമാനിക്കുകയാണെങ്കിൽ ഫ്രം ഡൽഹി ടു തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ്, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ടു തിരുവനന്തപുരം കളക്ടറേറ്റ് ടു കാഞ്ഞിരംകുളം ഗ്രാമപഞ്ചായത്തിലെ ഇന്നൊരു വ്യക്തിയിലേക്ക് 1000 രൂപ എത്തുമ്പോഴത്തേക്കും അതൊരു 1000 രൂപ 100 രൂപയാവാൻ സാധ്യതയുണ്ട്. കൂട്ടുകാരെ, ഇടനിലക്കാരുടെ തട്ടിപ്പും വെട്ടിപ്പും കാരണം ഒരുപക്ഷെ പദ്ധതികൾ അതിന്റെ പൂർണ്ണ ഫലപ്രാപ്തി എത്തുന്നതിന് എന്ത് ചെയ്യുന്നു, ഒരു തടസ്സമായിട്ടുണ്ട്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, നേരിട്ട് ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കുകയാണ് 1000 രൂപ. കർഷകർക്ക് ഇപ്പോൾ വർഷം ഇത്ര രൂപ വെച്ച് കൊടുക്കുന്നു. ഗർഭിണികൾക്ക് കേന്ദ്ര സർക്കാർ 2 ഗഡുക്കളായി 5000 രൂപ കൊടുക്കുന്നു. രണ്ടാമത് വീണ്ടും പെൺകുട്ടിയാണെങ്കിൽ വീണ്ടും 5000 രൂപ കൊടുക്കുന്നു. അത്തരത്തിൽ ഇതെല്ലാം നേരിട്ട് പെൺകുട്ടികളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന പൈസയാണ്. ഇനി വാർദ്ധക്യ പെൻഷൻ, ഒരു സുതാര്യത ഉറപ്പുവരുത്താൻ പറ്റും. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്ന സുതാര്യത? ഇപ്പൊ എന്റെ അമ്മമ്മയുടെ പെൻഷൻ 1600 രൂപ അമ്മമ്മയുടെ കയ്യിലാണ് എല്ലാ മാസവും കൊണ്ട് തരുന്നതെന്ന് വിചാരിക്കുക. ഇപ്പൊ എല്ലാ മാസവും കൃത്യമായി കൊണ്ട് തരുന്നുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇവന്തോ അങ്ങനെ കിട്ടുന്നില്ലെങ്കിലും എനിവേ എല്ലാ മാസവും കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. കൂടാതെ ശ്രദ്ധിക്കുക, 5-ാം തീയതിക്കും 10-ാം തീയതിക്കും ഇടയിലുള്ള ദിവസം എന്ത് ചെയ്യും, ഈ പുള്ളിക്കാരൻ അതായത് പെൻഷൻ കൊണ്ടുതരുന്ന വ്യക്തി അമ്മമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കും. എന്നാൽ എന്റെ വീട്ടിന്റെ അടുത്തുള്ള അഞ്ജുവിന്റെ അമ്മമ്മയ്ക്ക് ഈ പറഞ്ഞതുപോലെ പെൻഷൻ അക്കൗണ്ടിലാണ് എന്ത് ചെയ്യുന്നത്, ക്രെഡിറ്റ് ആവുന്നത്. 5-ാം തീയതിക്കും 10-ാം തീയതിക്കും ഇടയിൽ അഞ്ജുവിന്റെ അമ്മമ്മയുടെ പെൻഷനും അക്കൗണ്ടിൽ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ആവും. അപ്പോൾ ഈ മാസം, ഈ പർട്ടിക്കുലർ മാസം എൻ്റെ അമ്മാമ്മ എൻ്റെ അടുത്ത് പറയണം, മോനേടാ പെൻഷൻ ഇതൊരു ചെറുക്കൻ കൊണ്ട് തന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എത്രാം തീയതി? 10-12-ാം തീയതി ആയല്ലേ അമ്മാമ്മ, ഇതുവരെ കൊണ്ട് തന്നില്ലല്ലേ? ശരി, ഞാൻ അഞ്ജുവിനോട് ചോദിച്ചു നോക്കാം, അഞ്ജുവിന്റെ അമ്മൂമ്മയുടെ പെൻഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയോ? അതെങ്ങനെയാണ് അഞ്ജുവിനോട് ചോദിച്ചാൽ മനസ്സിലാവുന്നത്? ഈ മൊബൈൽ, അഞ്ജുവിന്റെ മൊബൈൽ നമ്പർ അഞ്ജുവിന്റെ അമ്മൂമ്മയുടെ എന്താണ് അക്കൗണ്ടായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പോൾ മൊബൈലിൽ മെസ്സേജ് വരും, അക്കൗണ്ടിൽ നെഫ്റ്റ് വഴി 1600 രൂപ സർക്കാർ അയച്ച ആ സെക്കൻഡിൽ തന്നെ എന്ത് ചെയ്യും, മൊബൈലിൽ അഞ്ജുവിന്റെ മൊബൈലിലേക്ക് മെസ്സേജ് വരും. അല്ലെങ്കിൽ തന്നെ അഞ്ജുവിന് എന്ത് ചെയ്യാം, അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്ത് എന്നെ ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അഞ്ജുവിനോട് ചോദിക്കുകയാണ്, പെൻഷൻ വന്നു അമ്മൂമ്മയുടെ? അപ്പം പെൻഷൻ വന്നു കേട്ടാ, ഞാൻ ഇതേപോലെ കണ്ടായിരുന്നു 1600 രൂപ ക്രെഡിറ്റ് ആവുന്നത്.
ശരി, ഞാൻ വേണേൽ ഒന്നും കൂടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കാം. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കുമ്പോൾ ക്ലിയർ ആണ്. പെൻഷൻ വന്നു കഴിഞ്ഞു, 8-ാം തീയതിക്ക് 1600 രൂപ സർക്കാർ അയച്ചു കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാരെ ശ്രദ്ധിക്കും, ഞാനത് വീട്ടിൽ പോയി പറയുമ്പോഴത്തേക്കും എൻ്റെ അമ്മാമ്മ ചോദിക്കും, കണ്ട കള്ള ചെറുക്കം കൊണ്ട് തരാത്തത്, ഇതുവരെ പൈസ കൊണ്ട് തരാത്തത്. കൂട്ടുകാരെ, പിറ്റേ ദിവസം തന്നെ പെൻഷൻ കൊണ്ട് തരുന്ന ആളെ ഞാൻ വിളിക്കും. ഞാൻ ചോദിക്കും, എന്തുകൊണ്ട് പൈസ കൊണ്ടു തന്നില്ല? അടുത്ത ആൾക്ക് അവരുടെ അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആയില്ലേ? ഇങ്ങനൊരു ചോദ്യം പേടിയുള്ളത് കൊണ്ട് തന്നെ ഈ വീട്ടിൽ കൊണ്ടുതരുന്ന പെൻഷൻ കൊണ്ടുതരുന്ന വ്യക്തി ഏതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യും, ആ പെൻഷൻ കൊണ്ട് തരാണ്ട് ശ്രമിക്കും. അഞ്ജുവിന്റെ അമ്മുമ്മയുടെ അക്കൗണ്ടിൽ പൈസ എന്നാണോ ക്രെഡിറ്റ് ആവുന്നത് അന്ന് തന്നെ എൻ്റെ അമ്മാമ്മയുടെ കയ്യിലും അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ പൈസ കൊന്ന് കൊടുക്കാനായിട്ട് അവർ പരിശ്രമിക്കും. അപ്പൊ പദ്ധതി നടത്തിപ്പിൽ ഒരു സുതാര്യത ഉറപ്പുവരുത്താൻ പറ്റി. ലോക സാമ്പത്തിക മാന്ദ്യം പോലുള്ള കാര്യങ്ങൾ അതിജീവിക്കാൻ ഇന്ത്യയിലെ ബാങ്കിങ് മേഖലയ്ക്ക് സാധിച്ചതും ബാങ്ക് ദേശസൽക്കരണം വഴിയാണ്. ഒരു സംശയം വേണ്ട കൂട്ടുകാരെ. 2007 ലോക സാമ്പത്തിക മാന്ദ്യം ഉണ്ടായി. അമേരിക്കയിലെ വൻകിട ബാങ്കുകൾ, യൂണിറ്റ് ബാങ്കുകൾ തകർന്ന് തരിപ്പണമായി. പക്ഷേ ഇന്ത്യയിലെ ബാങ്കിങ് മേഖല എന്ത് ചെയ്തില്ല? വീണില്ല. എന്തിന്? ഒന്ന് ആടിയത് പോലുമില്ല. അതിന് കാരണമായി നിന്നത് ബാങ്ക് നാഷണലൈസേഷൻ ആണ്. ബാങ്ക് നാഷണലൈസേഷൻ വഴിതെളിച്ച അല്ലെങ്കിൽ ബാങ്ക് നാഷണലൈസേഷൻ വഴി ഇന്ത്യയിൽ വന്ന ബ്രാഞ്ച് ബാങ്കിങ് ആണ്. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂട്ടുകാരെ ശ്രദ്ധിക്കുക. കൂട്ടുകാരെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടി കാണാം. ബാങ്ക് നാഷണലൈസേഷനിലേക്ക് നയിച്ച ഘടകങ്ങൾ: ഇന്ത്യയിലെ ഭൂരിഭാഗം ബാങ്കുകൾ നഗര കേന്ദ്രീകൃതമായിരുന്നു. അവർ ലോൺ കൊടുത്തിരുന്നത് വലിയ വ്യവസായശാലകൾക്കും സ്വാധീനമുള്ള വ്യക്തികൾക്കും മാത്രമായിരുന്നു. 50-ൽ ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖല മുഴുവനായി നൽകിക്കൊണ്ടിരുന്ന ലോണിന്റെ വെറും 2.3% കാർഷിക മേഖലയ്ക്ക് കിട്ടിയിരുന്നത്. എന്നാൽ 67 ആകുമ്പോഴേക്കും അത് 2.2% കുറയുകയാണ് ചെയ്തത്. ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങൾക്കും ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമായിരുന്നില്ല. ഇതോടെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും അവർ സ്വകാര്യ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു. സ്വകാര്യ പണമിടപാടുകാർ അവരെ ചൂഷണം ചെയ്തു. കർഷക ആത്മഹത്യ പോലുള്ള സംഭവങ്ങൾക്ക് ഇത് കാരണമായി. കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാകാത്തതോടുകൂടി ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങൾക്കും അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനോ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറുന്നതിനോ സാധിച്ചില്ല. 50 മുതൽ 67 വരെയുള്ള കാലയളവിൽ 477 സ്വകാര്യ ബാങ്കുകളിൽ 361 ബാങ്കുകൾ തകർന്ന് തരിപ്പണമായി. ജനങ്ങളുടെ നിക്ഷേപം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ബാങ്കിംഗ് മേഖലയിൽ ജനങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസം ഇല്ലാതാവുകയും ചെയ്തു. ഇത് ഇന്ത്യയിലെ സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റ് സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചു. ഇന്ത്യയിലെ ഭൂരിഭാഗം സ്വകാര്യ ബാങ്കുകളും അനുവർത്തിച്ചിരുന്നത് യൂണിറ്റ് ബാങ്കിംഗ് സമ്പ്രദായമായിരുന്നു. കൂട്ടുകാരെ, എന്താണ് യൂണിറ്റ് ബാങ്ക്? ഇത്തരത്തിലുള്ള ബാങ്കുകൾ എവിടെയാണോ ആരംഭിക്കുന്നത് ആ നഗരങ്ങളിൽ മാത്രം സ്ഥിതി ചെയ്യുന്നു. അവയ്ക്ക് ബ്രാഞ്ചുകൾ ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ ബ്രാഞ്ച് ബാങ്ക് നിങ്ങൾക്കറിയാം, രാജ്യമൊട്ടാകെ ബ്രാഞ്ചുകൾ വ്യാപിപ്പിച്ച് അത് പ്രവർത്തിക്കുന്നു. യൂണിറ്റ് ബാങ്ക് ലോൺ കൊടുക്കുന്നത് സ്വാധീനമുള്ള വ്യക്തികൾക്കും വലിയ വ്യവസായശാലകൾക്കും മാത്രമാണ്. എന്നാൽ ബ്രാഞ്ച് ബാങ്കിങ് എല്ലാ വ്യക്തികൾക്കും ലോൺ കൊടുക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. യൂണിറ്റ് ബാങ്ക് എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് ആ സ്ഥലത്ത് എന്തെങ്കിലും പ്രകൃതി ദുരന്തമോ വെള്ളനാശമോ പകർച്ചവ്യാധിയോ ഉണ്ടായി ജനങ്ങളുടെ ലോൺ തിരിച്ചടവ് മുടങ്ങിയാൽ അത് യൂണിറ്റ് ബാങ്കിന് നിലനിൽപ്പിന് ഭീഷണിയാകുന്നു. എന്നാൽ ബ്രാഞ്ച് ബാങ്കിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് ചില ബ്രാഞ്ചുകൾ അവരുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ അവർക്ക് താൽക്കാലികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ബാങ്ക് മൊത്തത്തിൽ എന്ത് ചെയ്യുന്നില്ല, തകരുന്നില്ല. യൂണിറ്റ് ബാങ്കുകളിൽ ചില ബാങ്കുകൾ ലോൺ സെന്ററോ ഡിപ്പോസിറ്റ് സെന്ററോ മാത്രമായി തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ യൂണിറ്റ് ബാങ്കിനെ സംബന്ധിച്ച് മുന്നോട്ട് പോകുന്നത് ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ പ്രയാസകരമായിരിക്കും. കാരണം അങ്ങനെ ലോൺ സെന്ററോ ഡിപ്പോസിറ്റ് സെന്ററോ മാത്രമായി തുറന്നുകൊണ്ട് ഒരു ബാങ്കിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്നാൽ ബ്രാഞ്ച് ബാങ്കിനെ സംബന്ധിച്ച് ലോൺ സെന്ററോ ഡിപ്പോസിറ്റ് സെന്ററോ മാത്രമായി ചില ബ്രാഞ്ചുകൾ ഒതുങ്ങിയാലും ദീർഘകാല അടിസ്ഥാനത്തിൽ അവർക്കുടെ വളർച്ചയ്ക്ക് അതൊരു തടസ്സമായി നിൽക്കുന്നില്ല. കാരണം ഒരു ലോൺ സെന്ററിൽ നിന്ന് ഒരു ഡിപ്പോസിറ്റ് സെന്ററിൽ നിന്ന് ഡിപ്പോസിറ്റ് എടുത്ത് ലോൺ സെന്ററിലേക്ക് അവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും? പൈസ കൊടുക്കാൻ പറ്റും. അവിടുത്തെ പലിശ എടുത്ത് തിരിച്ചടയ്ക്കാനും പറ്റും. കൂടുതൽ ശ്രദ്ധിക്കാമോ? അടുത്തത് ബാങ്ക് നാഷണലൈസേഷൻ നേട്ടങ്ങൾ. ഇന്ത്യയിലുടനീളം ബ്രാഞ്ചുകൾ വ്യാപിപ്പിക്കുന്നതിന് കാരണമായി. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ബ്രാഞ്ചുകൾ വ്യാപിപ്പിച്ചതോടുകൂടി കൂടുതൽ വ്യക്തികൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? ബാങ്കിങ് സേവനങ്ങൾ ലഭ്യമായി. ഇന്ന് ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് നിലവിലുണ്ട്. ഇതിന് കാരണമായത് പ്രോക്സിമിറ്റി ഓഫ് എ ബാങ്ക് ബ്രാഞ്ച്, അതായത് ബാങ്കുകൾ വ്യാപിപ്പിച്ചത് ഏറ്റവും വലിയ കാരണമായി കൂടുതൽ ജനങ്ങൾക്ക് അക്കൗണ്ട് തുടങ്ങുന്നതിന്. മറ്റൊന്ന്, സീറോ ബാലൻസ് അക്കൗണ്ട്, പണമില്ലാതെ നിങ്ങൾക്ക് അക്കൗണ്ട് തുടങ്ങാം. ജൻധൻ അക്കൗണ്ട് പോലെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിച്ചത്. അതുപോലെ കൂട്ടുകാരെ ശ്രദ്ധിക്കുക, കർഷകർക്കും മറ്റ് കുറഞ്ഞ നിരക്കിൽ വായ്പ ലഭ്യമായതോടുകൂടി ഇടനിലക്കാരുടെ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും ജീവന നിലവാരം മെച്ചപ്പെടുകയും ചെയ്തു. കൂട്ടുകാരെ, കൂടുതൽ വ്യക്തികൾ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറി. ഇന്ത്യയിൽ ബാങ്കിംഗ് മേഖലയിൽ ജനങ്ങൾക്ക് വിശ്വാസം വർദ്ധിച്ചു. ഇത് ഇന്ത്യയിലെ സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റ് സാധ്യതകൾ വളരുന്നതിന് കാരണമായി. കേന്ദ്ര സംസ്ഥാന സർക്കാർ പദ്ധതികളുടെ വിഹിതം നേരിട്ട് ജനങ്ങളിൽ എത്തിക്കുന്നതിന് ഇത് കാരണമായി. കേന്ദ്ര സംസ്ഥാന സർക്കാർ പദ്ധതികളുടെ നടത്തിപ്പിൽ ഒരു സുതാര്യത ഉറപ്പുവരുത്താൻ സാധിച്ചു. ലോക സാമ്പത്തിക മാന്ദ്യം പോലുള്ള കാര്യങ്ങൾ അതിജീവിക്കാൻ ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയ്ക്ക് സാധിച്ചതും ബാങ്ക് ദേശസാൽക്കരണം വഴിയാണ്. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
മറ്റൊരു ക്ലാസ്സുമായി കൂട്ടുകാരെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.